We have little more time, so as the Lord leads, we will study on the topic. നമുക്ക് അല്പസമയം കൂടി ലഭിച്ചിട്ടുണ്ട്. ദൈവം നയിക്കുന്നതിനനുസരിച്ച് ഈ വിഷയത്തിൽ കൂടുതലായിട്ട് നമുക്ക് പഠിക്കുവാൻ ശ്രമിക്കാം. We were meditating on the accountability of believers to God. നമ്മൾ ഇന്നലെ ചിന്തിച്ചൊരു വിഷയം വിശ്വാസിക്ക് ഉള്ള ഒരു അക്കൗണ്ടബിലിറ്റിയെ കുറിച്ചായിരുന്നു. We saw that every human being is accountable to God, whether he is saved or whether he is not saved. രക്ഷിക്കപ്പെട്ട വ്യക്തിയാണോ അതെയോ രക്ഷിക്കപ്പെടാത്ത വ്യക്തിയാണോ എല്ലാവരും ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. And we clearly saw from scripture what time this judgment will take place and how they are going to face the Lord. നമ്മൾ ഇന്നലെ ദൈവത്തിൽ നിന്ന് പൂർണ്ണമായി കണ്ടു എപ്പോഴാണ് ന്യായവിധി ഉണ്ടാകേണ്ടത്, അതുപോലെ തന്നെ എപ്രകാരമാണ് അത് നടക്കുമെന്ന് നാം കാണുകയായിരുന്നു. We are not going to go into the things we studied yesterday. ഇന്നലെ നമ്മൾ പഠിച്ച വിഷയത്തിലേക്ക് തിരിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. But we were meditating on the judgment of believers. നമ്മൾ ഇന്നലെ ധ്യാനിച്ചുകൊണ്ടിരുന്നത് വിശ്വാസിയുടെ ന്യായവിധിയെക്കുറിച്ചാണ്. And in order to study it doctrinally in a proper way or a correct way, we divided believers' judgment into threefold. ശരിയായ രീതിയിലുള്ള പഠനത്തിന് വേണ്ടി നമ്മൾ വിശ്വാസിയുടെ ന്യായവിധിയെക്കുറിച്ച് അത് 3 തരത്തിലായിട്ട് നമ്മൾ വിഭാഗിച്ച് പഠിക്കുകയായിരുന്നു. In the life of a believer there is a threefold judgment. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ 3 തലങ്ങളിലുള്ള ജഡ്ജ്മെന്റ് ഉണ്ട്. We saw first one is a past judgment as a sinner. നമ്മൾ കണ്ടതുപോലെ കഴിഞ്ഞുപോയ ഒരു നമ്മുടെ ജീവിതത്തിൽ, അതായത് രക്ഷയ്ക്ക് കടന്നു വരുന്നതിന് മുൻപ് ഉള്ള ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ന്യായവിധി. Past judgment as a sinner, പാപി എന്ന നിലയിലുള്ള ന്യായവിധി. No more judgment in our life as a sinner. നമ്മുടെ ജീവിതത്തിൽ ഇനി പാപി എന്ന നിലയിൽ ഇനി ഒരു ന്യായവിധി ഇല്ല. Very clearly we read in Romans chapter 8, there is therefore no more judgment for those who are in Christ. നമ്മൾ റോമാലേഖന 8 അധ്യായത്തിൽ വായിക്കുന്ന പോലെ അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധി ഇല്ല. We saw the beauty of our salvation, that the Lord has forgiven all the sins that has come and that is coming in our life. നമ്മുടെ രക്ഷയുടെ മനോഹാരിത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയ പാപങ്ങളോ അതുപോലെ വരുവാനിരിക്കുന്ന പാപങ്ങളോ എല്ലാം കർത്താവ് നമ്മോട് ക്ഷമിച്ചിരിക്കുകയാണ്. It is God who laid all our sins. That means all that comes in our life before our salvation and after our salvation, it was laid on the Lord and He has undergone that punishment. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ മുൻകാല പാപങ്ങളോ അതോ വരുവാനിരിക്കുന്ന പാപങ്ങളോ എല്ലാം തൻ്റെ ശിരസിൽ നമുക്ക് വേണ്ടി അവൻ വഹിച്ചു. And now we are free. നമ്മൾ ഇന്ന് ഫ്രീ ആണ്. Then came a question, if it is so, can I live in any way I want? അപ്പോൾ ഉദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാൻ കഴിയുമോ? We saw that we are today sons of God. നമ്മൾ ഓർത്തുപോലെ നമ്മൾ ഇന്ന് പുത്രിപുത്രന്മാരാണ്. So there is a present judgment going in the life of a believer as a son. അതുകൊണ്ട് തന്നെ ഒരു പുത്രൻ എന്ന രീതിയിലോ പുത്രി എന്ന രീതിയിലോ ദൈവത്തിൻ്റെ മകനായതുകൊണ്ട് തന്നെ ആ ഒരു പദവിയിൽ ഇരുന്നുകൊണ്ട് നമുക്കൊരു ന്യായവിധിയുണ്ട്. And that is known in the scripture as chastisement. വചനത്തിൽ അതിന് പറയുന്നത് ബാലശിക്ഷ എന്നാണ്. It's only for the children of God He deals like that in chastisement. ദൈവം തന്റെ മക്കളോട് മാത്രമാണ് ബാലശിക്ഷയിലൂടെ ഇടപെടുന്നത്. We know that sinners, God will not deal with sinners today. ദൈവം പാപികളോട് ഇന്ന് ആ രീതിയിൽ ഇടപെടുന്നില്ല. For them there is a day of judgment. അവർക്ക് വേണ്ടി ഒരു ദിവസം ദൈവം മാറ്റിവെച്ചിരിക്കുകയാണ്. That is the reason they become very prosperous in this life when we go through many difficulties in this life. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസികൾ അല്ലെങ്കിൽ രക്ഷയിലേക്ക് കടന്നു വന്നവർ പലവിധ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും പാപികളായിരിക്കുന്നവർ താഴ്ച വളരുന്നതായിട്ട് നാം കാണുന്നു. We saw the illustration from the life of two nations, that is Israel and the Moabites. ഇസ്രായേലിന്റെയും മോവാബിന്റെയുമായ താരതമ്യ പഠനം നമ്മൾ ഇന്നലെ നടത്തി. God is dealing with Israel because Israel is my son. ദൈവം ഇസ്രായേലിനോട് അതത് സമയങ്ങളിൽ ഇടപെടുന്നു, കാരണം ഇസ്രായേൽ തന്റെ മകനാണ്. There is no nation in the world who has gone through such kind of disciplinary action from God. The Israelites. ഇസ്രായേൽ പോയ പോലെ ഒരു അനുസരണ പ്രക്രിയയിലൂടെ മറ്റൊരു രാജ്യവും കടന്നുപോയിട്ടില്ല. Look at the neighboring country Moab. അടുത്തുള്ള മോവാബിനെ നിങ്ങൾ നോക്കൂ. We saw that God is not dealing with Moab.
ദൈവം മോവാബിനോട് ആ രീതിയിൽ ഇടപെടുന്നതായിട്ട് നാം കാണുന്നില്ല. It is the reason we read in Hebrews chapter 12 and verses 8. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 12:8 നാം വായിച്ച പോലെ, You know, if you are sons, then there will be chastisement. Otherwise you are illegitimate, not his sons. നിങ്ങൾ മക്കളെങ്കിൽ നിങ്ങൾക്ക് ബാലശിക്ഷയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കൗലിടയന്മാരാണ്. That is what this judgment in the life of Israelites and the Moabites illustrates. അതാണ് ഇസ്രായേലിനോട് മോവാബിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുന്നത്. And we have tried to see what is the chastisement that is mentioned in the scriptures. വചനത്തിൽ കാണുന്ന ബാലശിക്ഷ എന്താണെന്ന് നാം ഇന്നലെ പരിശോധിച്ചു. Now we are coming to the final, that is future judgment as a servant in the life of a believer. ഒരു വിശ്വാസി എന്ന നിലയിൽ അല്ലെങ്കിൽ ദൈവമകൻ എന്ന നിലയിൽ നമുക്ക് വരുവാനിരിക്കുന്ന ജഡ്ജ്മെന്റിനെ കുറിച്ചാണ് നാം ഇനി പരിശോധിക്കേണ്ടത്. This is what we are going to look for the rest of the life. Sorry, time. ഇനിയുള്ള സമയത്ത് നാം ആ വിഷയത്തിലേക്കാണ് അല്പമായിട്ട് ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത്. You know, there is no judgment for the sins we have committed. നമ്മൾ ചെയ്ത പാപങ്ങളോടുള്ള ബന്ധത്തിൽ ഇനിയൊരു ശിക്ഷ നമുക്കില്ല. Then what is that going to be examined there? അവിടെ എന്താണ് പരിശോധിക്കുവാനായിട്ട് And what പോകുന്നത്? is the result of that examination? ആ പരിശോധനയുടെ ഫലം എന്താണ്? We will see from the scriptures. നമ്മൾ ദൈവത്തിൽ നിന്ന് അല്പമായിട്ട് അത് See, when the Lord has saved us, he had a purpose in our life. ദൈവം നമ്മെ രക്ഷിച്ചപ്പോൾ ദൈവത്തിന് പ്രത്യേകമായ ഒരു ഉദ്ദേശം നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിലുണ്ട്. It is from the scripture we can read what was in the heart of God and what was in the heart of the Lord when they have arranged this salvation for us. ദൈവം നമുക്ക് വേണ്ടി രക്ഷ ഒരുക്കിയപ്പോൾ ദൈവത്തിന്റെ മനസ്സിൽ നമ്മളെക്കുറിച്ചുള്ള പദ്ധതി എന്തായിരുന്നു നമുക്ക് അല്പമായിട്ട് നോക്കാം. Turn with me to Ephesians chapter 2. നമുക്ക് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് കടക്കാം. Many of the believers overlook this factor. പലപ്പോഴും വിശ്വാസികൾ ഈ ഭാഗം മിസ്സാവും, ശ്രദ്ധിക്കാതെ പോകുന്നു. Yes, let us read Ephesians chapter 2 and verses 10. എഫേസ്യർ 2:10 നമുക്കൊന്ന് വായിക്കാം. For we are his workmanship, created in Christ Jesus for good works, which God prepared beforehand that we should walk in them. We are his workmanship. We are made a new creation. നമ്മളൊരു പുതിയ സൃഷ്ടിയാക്കിയിട്ട് ദൈവം വെച്ചിരിക്കുകയാണ്. We will look into that particular word later on. നമ്മൾ ആ വാക്കിലോട്ട് പിന്നീട് കടന്നു വരുന്നതാണ്. But we are created in Jesus Christ, and the reason for creating us in Jesus Christ is for good works. നമ്മൾ ക്രിസ്തുയേശുവിൽ പുനർജീവിപ്പിച്ചിരിക്കുന്നത് നല്ല പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ടാണ്. And we read that God has prepared it beforehand that we should walk in them. നമ്മൾ ആ വഴികളിൽ നടക്കണമെന്ന് ദൈവം മുന്നമേ ആഗ്രഹിക്കുന്നു. It was in the heart of God. ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള ആഗ്രഹം അതാണ്. Everyone who is been recreated in Christ or who have been made a new creation, they should walk in good works. ക്രിസ്തുവിൽ പുനർജനിച്ച ഒരു വ്യക്തി നല്ല പ്രവൃത്തികളാൽ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. No, when the Lord gave himself on the cross, ദൈവം തന്നെ നമുക്ക് വേണ്ടി ക്രൂശിൽ ഏൽപ്പിച്ചപ്പോൾ, turn to Titus chapter 2. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം. We will read one verse in 14. 2:14. Who gave himself for us, that he might redeem us from every lawless deed and purify for himself his own special people, zealous for good works. Note it. The Lord gave himself that he need a group of people who are zealous for good works. നല്ല പ്രവൃത്തിക്ക് ശുഷ്കാന്തിയുള്ള ഒരു ജനത്തെ മുൻകണ്ടുകൊണ്ടാണ് ദൈവം തന്നെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചത്. He knew what was in the heart of his father. പിതാവിന്റെ ഹൃദയത്തിലെ വാഞ്ച എന്താണ് പുത്രൻ അറിയാമായിരുന്നു. Everyone who is created in Christ Jesus should walk in good works. ക്രിസ്തുവിൽ വീണ്ടും ജനിച്ച വ്യക്തി നല്ല പ്രവൃത്തികളാൽ മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. And the Lord gave himself that he should have such kind of people who will be zealous in good works. അങ്ങനെ നല്ല പ്രവൃത്തിയിൽ ശുഷ്കാന്തി ഉള്ള ഒരു കൂട്ടം ജനങ്ങളെ ദൈവം ആഗ്രഹിക്കുന്നു. We are not saved by good works. നമ്മൾ നല്ല പ്രവൃത്തികളാലല്ല രക്ഷ പ്രാപിച്ചത്. No, we are not saved by good works, but we are saved for good works. നമ്മൾ രക്ഷ പ്രാപിച്ചത് നമ്മുടേതായ നല്ല പ്രവൃത്തി കൊണ്ടല്ല, മറിച്ച് രക്ഷിക്കപ്പെട്ട നാം നല്ല പ്രവൃത്തികൾ ചെയ്യേണ്ടതാണ്. That was the purpose of God, and it was the purpose of the Lord also,
when he died on the cross. കർത്താവ് ക്രൂശിൽ തന്നെ ഏൽപ്പിച്ചു നമുക്ക് വേണ്ടി മരിച്ചപ്പോൾ തന്റെ ഹൃദയ വാഞ്ച അതായിരുന്നു. Look at Titus chapter 2 again. തീത്തോസിന്റെ same chapter. Let us read verses 7 also. 7-ാം വാക്യം. In all things showing yourself to be a pattern of good works, in doctrine showing integrity, reverence, incorruptibility. A pattern of good works. നമ്മൾ സൽപ്രവൃത്തിക്ക് മാതൃകയുള്ളവരായി ജീവിക്കണം. A people who are zealous in good works. നല്ല പ്രവൃത്തികൾക്ക് ശുഷ്കാന്തിയുള്ളവരായി തീരണം. Look at verses chapter 3 verses 8. 3-ാം അധ്യായം 8-ാം വാക്യം ഒന്ന് നമുക്ക് നോക്കാം. This is a faithful saying, and these things I want you to affirm constantly, that those who have believed in God should be careful to maintain good works. ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ നല്ല പ്രവൃത്തികൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. See the seriousness of it. ഇതിന്റെ ഗൗരവം നാം മനസ്സിലാക്കുന്നുണ്ടോ? Again I was pondering the scriptures, and I can take lot of verses that God was so much emphasizing in the life of a believer that he should be a particular person doing good works. ദൈവവചനം നാം പരിശോധിക്കുകയാണെങ്കിൽ അനേക വേദഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവവേദൽ സൽപ്രവർത്തികൾ മുന്നോട്ട് പോകേണ്ട ആവശ്യമാണ്. And I'll show you a particular phrase we read in Ephesians chapter 2. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ വായിച്ച ഒരു പ്രത്യേക പദത്തിലേക്ക് ഞാനൊന്ന് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. Look at verses 10. 10-ാം വാക്യം നമുക്ക് നോക്കാം. We read here that we are his workmanship. We are his workmanship. കൈവേല. നമ്മൾ അവന്റെ കൈവേലക്കാരാണ്. That is actually in the original language, that is in Greek language, it is one word. ഗ്രീക്ക് ലാംഗ്വേജിലേക്ക് വരുമ്പോൾ അത് ഒറ്റ വാക്കാണ്. That word is used only one more time in the New Testament. പുതിയ നിയമത്തിൽ മറ്റൊരു സാഹചര്യത്തിൽ മാത്രമാണ് ആ പദം ഉപയോഗിച്ചിരിക്കുന്നത്. That is in Romans chapter 1 and verses 20. അത് റോമാലേഖനം 1-ാം അധ്യായം 20-ാം വാക്യത്തിലാണ്. We will compare these two, passages. നമ്മൾ ഈ രണ്ട് പാസേജ് ഒന്ന് താരതമ്യമായിട്ട് പഠിക്കാം. Romans chapter 1 and verses 20. Yes, there it is written, things that are made. അവിടെ സൃഷ്ടിക്കപ്പെട്ടത്. That is the same word Ephesians 2:10 also. എഫേസ്യ ലേഖനം 2:10 കാണുന്ന അതേ പദം തന്നെയാണ് നമ്മൾ അവിടെയും കാണുന്നത്. Both of these passages, the Greek word is poima. ഗ്രീക്കിൽ ഇതിന് രണ്ടിനും ഉപയോഗിച്ചിരുന്ന വാക്ക് പൊയ്മ എന്നാണ്. From that word poima we got the English word poetry. അതിൽ നിന്നാണ് പോയട്രി, കവിത എന്ന ഒരു പദം നമുക്ക് ലഭിച്ചത്. Everyone cannot write a poetry. എല്ലാവർക്കും ഒരു കവിത രചിക്കുവാൻ കഴിയില്ല. Only a poet can write a poetry. ഒരു കവിത രചയിതാവ്, അതിന് കഴിവുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. And God has got 2 poems in this world. ദൈവത്തിന് 2 കവിതകൾ ഈ ഭൂമിയിലുണ്ട്. One is his creation. അത് തന്റെ സൃഷ്ടിയാണ് ഒന്ന്. Showing forth his glory through his creation. ദൈവത്തിന്റെ മഹത്വം നമ്മൾ ആ സൃഷ്ടിയിലൂടെ നാം കാണുന്നു. Anyone look into the creation can understand how he has created and how great the Lord is. ദൈവത്തിന്റെ ആ സൃഷ്ടിയിലേക്ക് നോക്കുമ്പോൾ അതിന്റെ മനോഹാരിതയും ദൈവത്തിന്റെ വലിപ്പവും നമുക്ക് കാണുവാൻ കഴിയും. That is a poem of God. അത് ദൈവത്തിന്റെ ഒരു കവിതയാണ്. Another poem is the people who have been newly created in Christ. ക്രിസ്തുവിൽ പുനർജനിക്കപ്പെട്ട വ്യക്തികളാണ് കർത്താവിന്റെ രണ്ടാമത്തെ ഒരു കവിത എന്ന് പറയുന്നത്. Others should know the lyrics and the beauty of that poetry through the life or the work the believer is doing in this world. വീണ്ടെടുക്കപ്പെട്ട ദൈവവേദൽ അല്ലെങ്കിൽ വിശ്വാസി തന്റെ ജീവിതത്തിലൂടെ ഇതിന്റെ ആ കവിതയുടെ ലിറിക്സ് നമ്മൾ എക്സിബിറ്റ് ചെയ്യേണ്ട ആവശ്യമാണ്. That is our good work. അത് നമ്മുടെ നല്ല പ്രവൃത്തിയാണ്. So there are 2 poems for God in this world. ദൈവത്തിന് ഈ ഭൂമിയിൽ 2 കവിതകളുണ്ട്. One is his creation, another is the people who have been created in Christ Jesus. ഒന്ന് കർത്താവിന്റെ സൃഷ്ടിയാണ്, 2 തന്നിൽ പുനർജനിക്കപ്പെട്ട വിശ്വാസികളാണ്. Is it not a wonder that this word is used only 2 times in the New Testament and these 2 are the passages? ഇതൊരു അത്ഭുതമല്ലേ, 2 തവണ മാത്രമാണ് ഈ പദം യൂസ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ഇപ്പോൾ പരിശോധിച്ച ആ 2 ഭാഗങ്ങളിലാണ്. And when we come to Matthew chapter 5, നമ്മൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ we read that we are the light of the world. നമ്മൾ ഈ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് നമുക്ക് കാണുന്നു. We will read that passage, Matthew chapter 5 verses 14 and 16. മത്തായി സുവിശേഷം 5:14-16. Yes, you are the light of the world. Now we will read verses 16. Have you noted that?
നിങ്ങളത് ശ്രദ്ധിച്ചോ? What is the meaning of light? അതിന് വെളിച്ചത്തിന്റെ അർത്ഥം എന്താണ്? You are the light of the world. നിങ്ങൾ ഈ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. We read in verse 16. നമ്മൾ 16-ാം വാക്യത്തിൽ വായിക്കുന്നു, Let your light shine before men so that other will see your good work and glorify God. നിങ്ങളുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നല്ല പ്രവൃത്തിയെ മറ്റുള്ളവർ കാണും. In other words, that word particularly teaches when the Lord is referring to light, it is the good work of what the believer does. കർത്താവ് അവിടെ വെളിച്ചം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിലുള്ള നല്ല പ്രവൃത്തിയാണ്. When you come to chapter 4 of Matthew, മത്തായി സുവിശേഷം 4-ലേക്ക് നാം കടന്നു വരുമ്പോൾ look at verses 13 onwards. 13-ാം വാക്യം മുതൽ, You know, the Lord was walking in Zebulun and Naphtali, verses 15. 15-ാം വാക്യത്തിൽ സെഫലൂനിലും നഫ്താലിയിലും ദൈവം പ്രവർത്തിക്കുമ്പോൾ, And we read in verse 16, the people who sat in darkness saw a great light. അവിടെ അന്ധകാരത്തിലിരുന്ന വ്യക്തികൾ വലിയൊരു വെളിച്ചം കണ്ടതായിട്ട് നമ്മൾ How കാണുന്നു. did they see the light when the Lord walked through that particular area? ദൈവം പ്രത്യേകമായ ഒരു ഭാഗത്തൂടെ നടന്നു പോയപ്പോൾ അവർ വലിയ വെളിച്ചം കണ്ടതായിട്ട് നാം കാണുന്നു. Was he walking with a lamp in his hand? അദ്ദേഹം ഒരു അന്തൽ വിളക്കുമായിട്ട് അല്ലെങ്കിൽ ഒരു വിളക്കുമായിട്ട് നടക്കുകയായിരുന്നു. No, they saw the good work and the good words he was exhibiting in this world, and that was a light to the people. തൻ്റെതായ നല്ല പ്രവൃത്തികളും തൻ്റെതായ നല്ല വാക്കുകളുമാണ് അവിടെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി You തീർന്നത്. know, because of his words and deeds, they were able to look into the infirmities in their own life. ദൈവത്തിൻ്റെതായ നല്ല വാക്കുകളും പ്രവൃത്തികളും കണ്ടപ്പോൾ അവർ തന്നിലേക്ക് നോക്കുകയും അവരുടെ കുറവുകളെ മനസ്സിലാക്കുകയും ചെയ്തു. We read in John's Gospel, chapter 9, as long as I am in this world, I am the light of the world. That is a correct translation. As long as I am in this world, I am the light of the world. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം വായിക്കുന്നു, ഞാൻ ഈ ലോകത്തിൽ ആയിരിക്കുന്ന നാൾ വരെയും ഞാൻ ഈ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. Yes, now you are the light. നമ്മളാണ് ഈ കാലഘട്ടത്തിൽ He exhibited light when he traveled in this world. താൻ ഈ ഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ താൻ ആ വെളിച്ചം പ്രസരിപ്പിച്ചു. Now you are the one who have to exhibit it. ഇപ്പോൾ നമ്മളാണ് ആ പ്രകാശം പ്രസരിപ്പിക്കേണ്ടത്. And that was the purpose of God in saving us. That's what we read in Ephesians chapter 2 verse 10. അതാണ് നാം എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ വായിച്ച് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ആഗ്രഹം, ആ നല്ല പ്രവൃത്തി നമ്മളിലൂടെ പകരപ്പെടണമെന്നതാണ്. Brothers and sisters, there is a definite purpose in saving us. സഹോദരന്മാരെ, നമ്മളെ വീണ്ടെടുക്കുന്നതിൽ ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. We know that all our sins have been forgiven. നമ്മുടേതായ എല്ലാ പാപങ്ങളും ദൈവം പുറത്തു. Now one day we are going to stand before him. ഒരു നാൾ ദൈവത്തിന് മുൻപിൽ നാം നിൽക്കാൻ Our പോവുകയാണ്. life is going to be examined. നമ്മുടേതായ ജീവിതം അവിടെ You പരിശോധിക്കപ്പെടും. know, I had a wrong thinking that the Lord is going to examine only the gospel work, things I am doing for the Lord, when I go there and stand before him. ഒരു കാലത്ത് എനിക്ക് തെറ്റായ ഒരു ധാരണയുണ്ടായിരുന്നു. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ എൻ്റെതായ സുവിശേഷ അല്ലെങ്കിൽ ആത്മീയ പ്രവർത്തനങ്ങളാണ് അവിടെ പരിശോധിക്കപ്പെടുന്നത്. That is not what the scripture teaches. അതല്ല അവിടെ ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. You know, when you turn to 2 Corinthians 5, 2 കൊരിന്ത്യർ 5-ലേക്ക് നാം വരുമ്പോൾ we are going to read that. We are going to look into what is the thing that is going to be examined. അവിടെ എന്താണ് പരിശോധിക്കപ്പെടുന്നത് എന്ന് നാം കാണാൻ പോവുകയാണ്. Look at 2 Corinthians chapter 5. 2 കൊരിന്ത്യർ 5-ാം അധ്യായം. For we must all appear before the judgment seat of Christ, that each one may receive the things done in the body according to what he has done, whether good or bad. ഒരുവൻ നല്ല ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും നാം തക്കവണ്ണം പ്രാപിക്കാൻ ദൈവസന്നിധിയിൽ നിൽക്കേണ്ടതാകുന്നു. I tried to understand that particular word very, little bit seriously. ആ പ്രത്യേകമായ പദം ഞാൻ അല്പം കൂടി ആഴത്തിൽ പഠിക്കുവാൻ ആഗ്രഹിച്ചു. We know Bible is written, New Testament is written in Greek language. നമുക്കറിയാം പുതിയ നിയമം എഴുതിയിരിക്കുന്നത് ഗ്രീക്ക് ലാംഗ്വേജിലാണ്. I tried to learn Greek, but it was in vain. ഞാൻ ഗ്രീക്ക് പഠിക്കുവാൻ ശ്രമിച്ചു, അത് വിഫലമായി തീർന്നു. But I have a lot of books, English, Greek, Interlinear New Testament, and many expository books and all. അതുമായി സംബന്ധിച്ച് ഇന്റർലീനിയർ ബൈബിളും അതുപോലെ തന്നെ അതിന്റെ എക്സ്പോസിഷൻ കയ്യിലുണ്ട്. To a certain extent I can understand the original meaning, studying and looking into these words and all. ഒരു പരിധിവരെയും ആ മൂലഭാഷയുള്ള അതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. And when you come to this particular verse, ഈ പ്രത്യേക വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, there is a particular word, whatever you have done in the body.
ശരീരത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ചെയ്തത്. That ചെയ്തത്, that what you have done is actually in Greek language is praso. Praso. ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് എന്ന പദത്തിന് ഗ്രീക്കിൽ പ്രാസോ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. The meaning of that particular word is to make, to perform in general whatever you do with the body. ശരീരത്തോടുള്ള ബന്ധത്തിൽ വളരെ കോമൺ ആയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് അതാണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. You may be a nurse, you may be a teacher, you may be a clerk in the office, whatever you do with the body. ഇന്ന് നമ്മൾ ഏത് ജോലി മേഖല ആയിരിക്കുന്നുവോ ആ ജോലിയുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ശരീരം എപ്രകാരം ഉപയോഗിച്ചു. It is not speaking about your gospel work. No, not at all. നമ്മുടെ ആത്മീയമായ പ്രവർത്തനങ്ങളെ കുറിച്ചല്ല അവിടെ പറയുന്നത്. You have a life to live here. നിങ്ങൾക്ക് ഇവിടെ ഒരു ജീവിതം ജീവിക്കാനുണ്ട്. After your salvation, what you have done, the Lord is interested. നമ്മൾ രക്ഷയ്ക്ക് ശേഷം ഈ ഭൂമിയിൽ എപ്രകാരം ജീവിച്ചു എന്നതിൽ ദൈവം താല്പര്യം. That is the thing that is going to be examined. അതാണ് ഇവിടെ പരിശോധിക്കുന്നത്. Whatever you have done with the body. ശരീരം വെച്ച് നാം എന്ത് ചെയ്തു. So it's a general thing that is stated here. അത് വളരെ കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഒരു പദമാണ്. Now this same word we are going to look into two other passages. മറ്റ് രണ്ട് പാസേജസിൽ നമ്മൾ ഇതേ പദം കാണുന്നതായിട്ട് 1 Corinthians chapter 10 1 കൊരിന്ത്യർ 10-ാം അധ്യായം and verses 31. അതിന്റെ 31-ാം വാക്യം. Therefore, whether you eat or drink or whatever you do, do all to the glory of God. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. There again it comes, എന്ത് ചെയ്താലും, whatever you do. That is a general performance. അതൊരു ജനറൽ ആയിട്ടുള്ള ഒരു പദമാണ്. We read here, whatever you do with your body, you should, whether you eat or drink, whatever it is, it should be for the glory of God. നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും അത് ദൈവനാമ മഹത്വത്തിനായി തീരണം. Another passage, we go to Colossians. നമുക്ക് കൊലോസ്യ ലേഖനത്തിലേക്ക് കടന്നു പോവാം. And Colossians chapter 3 verses 17. കൊലോസ്യ 3:17. There again it is told there. അവിടെ നാം കാണുന്നു. Colossians chapter 3 and verses 17. Whatever you do in word or deed. Again that word is coming there. വാക്കിനാലും ക്രിയയാലും അവിടെ വീണ്ടും നാം കാണുന്നു. വാക്കിനാലും ക്രിയയാലും നിങ്ങൾ എന്ത് ചെയ്താലും. Do all in the name of Jesus, giving thanks to God Father through him. നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിലൂടെ പിതാവിന് മഹത്വം കരയേറ്റിട്ട് വേണം ചെയ്യുവാൻ. Whether you eat or drink, whatever you do with the body. നിങ്ങൾ ശരീരം വെച്ച് തിന്നാലും കുടിച്ചാലും should be for his glory. അത് തിരുനാമ മഹത്വത്തിനായി തീരണം. And that means whatever you do in your life, anything you do, anything you perform, ജീവിതത്തിൽ നിങ്ങൾ എന്ത് ചെയ്താലും, you are bringing up sisters, you are bringing up little ones, children for in home, സൗകര്യമാരെ നിങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നു, that should be for his glory. അത് നാമ മഹത്വത്തിനായി തീരണം. You are a wife looking after the husband and home. നിങ്ങൾ ഭാര്യമാരാണ്, നിങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ ഭർത്താക്കന്മാരെ പരിചരിക്കുന്നു. Your purpose should be for his glory. നിങ്ങളുടെ ഉദ്ദേശം തിരുനാമ മഹത്വമായിരിക്കും. Husbands, when you take care of your family, ഭർത്താക്കന്മാരെ നിങ്ങൾ കുടുംബത്തെ നോക്കുമ്പോൾ, you take care of your wife and children, നിങ്ങളുടെ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും നോക്കുമ്പോൾ, and you may be going for job in order for that, നിങ്ങൾ അതിനുള്ള ബന്ധത്തിൽ ജോലിക്ക് പോകുമ്പോൾ, your purpose should be for God's glory. നിങ്ങളുടെ ഉദ്ദേശം ദൈവനാമ മഹത്വമായിരിക്കും. As you are in the office, as you are in a hospital, it should be for his glory. നിങ്ങൾ ഒരു ആശുപത്രിയിലായിരിക്കുമ്പോൾ, ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ അത് ദൈവനാമ മഹത്വത്തിനായി തീരണം. Even if you are a farmer, when you are doing that farming, it should be for his glory. നിങ്ങൾ ഒരു കർഷകനായിരിക്കാം, നിങ്ങൾ ആ കൃഷി ചെയ്യുമ്പോൾ പോലും അത് ദൈവനാമ മഹത്വത്തിനായി തീരണം. That is what the scripture teaches us. അതാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. So after this life, ഈ ജീവിതത്തിന് ശേഷം when we are reaching heaven, നമ്മൾ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ, the Lord is going to examine what we have done with this body. ദൈവം പരിശോധിക്കാൻ പോകുന്നത് നമ്മൾ ഈ ശരീരം വെച്ച് എന്ത് ചെയ്തു. That's a very important thing. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. The examination is, as we have read in 2 Corinthians 5:10, 2 കൊരിന്ത്യർ 5:10 വായിച്ച പോലെ, there again we are going to look into another particular thing that is very much misunderstood in that passage. അവിടെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് നാം അല്പമായിട്ട് നോക്കുവാൻ ആഗ്രഹിക്കുന്നു. Look at verses 10 again, 2 Corinthians 5:10. 2 കൊരിന്ത്യർ 5:10. We must all appear before the judgment seat of Christ, that each one may receive the things done in the body according to what he has done, whether good or bad. അവിടെ നല്ലതാകലും തീയതാകലും എന്ന് നാം കാണുന്നു. Examination is to find out whether it is good or bad. പരിശോധന എന്ന് പറയുന്നത് ചെയ്തത് നല്ലതോ തീയതോ എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. Can you give me what is the meaning of that?
അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞു തരാമോ? Many of us think examination is to find out whether it was holy or unholy. പലരും ചിന്തിക്കുന്നുണ്ട് അവിടെ പരിശോധിക്കപ്പെടുന്നത് നമ്മൾ ചെയ്ത് പ്രവൃത്തി വിശുദ്ധമാണോ അശുദ്ധമാണോ എന്ന്, or whether it is sin or not sin. അവിടെ ചെയ്ത കാര്യങ്ങൾ പാപമാണോ അല്ല നന്മയായ കാര്യങ്ങളാണോ. Again it is taught what is the meaning of this good and bad from the original language. മൂലഭാഷയിൽ അവിടെ നല്ലതും തീയതും എന്ന് പറയുമ്പോൾ എന്താണെന്ന് ഞാൻ പരിശോധിക്കുവാൻ ശ്രമിച്ചു. First we will look into the word bad. അവിടെ മോശം അല്ലെങ്കിൽ തീയത് എന്ന വാക്കിനെ കുറിച്ച് ഞാൻ നോക്കുവാൻ ആഗ്രഹിച്ചു. What does it mean in my life? What is this bad? എൻ്റെ ജീവിതത്തിൽ തീയത് എന്ന് പറയുന്നത് എന്താണ്? You know, it is not for sins that we commit. That is not the purpose. That is not the purpose of that word. അവിടെ ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാപമല്ല. For sin, you know, in the New Testament there are two words. പാപത്തിന് അവിടെ രണ്ട് പദങ്ങളാണ് പുതിയ നിയമത്തിൽ നാം കാണുന്നത്. That is kakos or phaneros. I am telling this word to make you sure that these are the things written in the scripture. നിങ്ങൾക്ക് ഒരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. പാപത്തെക്കുറിച്ചുള്ള ബന്ധത്തിൽ രണ്ട് വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്, കാക്കോസ് അല്ല ഫെനിറോസ്. Kakos or phaneros, that both words are not used here. ആ രണ്ട് പദങ്ങളും അല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. Kakos means bad in character. സ്വഭാവത്തിൽ വരുന്ന ഫോൾട്ടുകളെ കുറിച്ചാണ് കാക്കോസ് എന്ന പദം ഉപയോഗിക്കപ്പെടുന്നത്. Phaneros means active form of evil. തിന്മയുടേതായ active form, പ്രവൃത്തി. പ്രവൃത്തിയെ കുറിച്ചാണ് ഫെനിറോസ് എന്ന വാക്ക് കൊണ്ട് ഉപയോഗിക്കുന്നത്. Paul didn't use that two word, you know, for here in bad. പൗലോസ് ആ രണ്ട് പദങ്ങളും അല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. Instead of that, അതിനു പകരം he used another word which is follows, PHAULOS. അതിനു പകരം താൻ ഉപയോഗിച്ച പദം ഫോളോസ് എന്നാണ്. What is the meaning of follows? ഫോളോസിന്റെ അർത്ഥം എന്താണ്? If you have a Hebrew Greek study Bible, I have it. Look at there. It is the meaning is given there. നിങ്ങൾ ഹീബ്രു ഗ്രീക്ക് ബൈബിൾ റെഫർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. There it is written. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് someone or something good for nothing. പ്രത്യേകിച്ച് പ്രയോജനമില്ലാത്ത ഒരു വ്യക്തി. നമ്മൾ മലയാളം we used to tell ഒരു ഗുണമില്ലാത്ത ഒരു പ്രയോജനമില്ലാത്തൊരു വ്യക്തി. That is a word used there. അത്തരത്തിലുള്ള പദമാണ് അവിടെ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത്. Nothing good can come out of it. ആ വ്യക്തിയിൽ നിന്ന് നല്ലതായിട്ട് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഉപയോഗശൂന്യം എന്നൊക്കെ. Yes, worthless, unimportant. ഒട്ടും പ്രാധാന്യമില്ലാത്ത. See? And what is the meaning of good here? അവിടെ നല്ലത് എന്നുകൊണ്ട് ഉള്ള പദത്തിന്റെ അർത്ഥം എന്താണ്? In the Greek language it is agathos. അവിടെ ഗ്രീക്കിൽ ഉപയോഗിച്ച വാക്ക് അഗാത്തോസ് എന്നാണ്. Agathos means profitable, benevolent, good. It is profitable. അവിടെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് അഗാത്തോസ് എന്നുകൊണ്ട് പ്രയോജനമുള്ളത് അല്ലെ ഫലം പുറപ്പെടുവിക്കുന്നതാണ്. So this is the thing God is going to examine. ദൈവം അവിടെ പരിശോധിക്കപ്പെടുന്ന ഈ ഒരു വസ്തുതയാണ്. He has given a life for you to live. നമുക്ക് ജീവിക്കാനായി ദൈവം ഒരു ജീവിതം നൽകിയിട്ടുണ്ട്. And how did you live the life? ആ ജീവിതം നമ്മൾ എപ്രകാരമാണ് ജീവിച്ചത്? Whether it was agathos or it is follows. അത് അഗാത്തോസ് എന്ന നിലയിലാണോ അതോ ഫോളോസ് എന്ന നിലയിലാണോ നാം ജീവിച്ചത്? That means whether it was worth for God or worthless. അത് ദൈവത്തിന് പ്രയോജനമുള്ള ഒരു ജീവിതമാണോ അതോ ദൈവത്തിന് ഒരു പ്രയോജനമില്ലാത്ത ജീവിതമായിരുന്നോ? In otherwise, did it bring any glory to God or it didn't bring glory not at all for God? നമ്മുടേതായ ജീവിതം കൊണ്ട് തിരുനാം മഹത്വത്തിന് കാരണമായി തീർന്നോ അല്ലെങ്കിൽ ദൈവത്തിന് അപമാനമായി തീർന്നോ? See, this is the meaning. അതാണ് അവിടുത്തെ അർത്ഥം. See, you have a life and you are responsible for how you spend it. നിങ്ങൾക്കൊരു ജീവിതമുണ്ട്. നിങ്ങൾ ആ ജീവിതം എപ്രകാരം ജീവിച്ചു എന്നതിന് നിങ്ങൾ അക്കൗണ്ടബിൾ ആണ്. The Lord wanted you to be profitable for him. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് തനിക്ക് ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തികളായി തീരണം. See, it was the purpose of Heavenly Father when he saved you. That is what we read in Ephesians 2:10. നമ്മളെ രക്ഷിച്ചപ്പോൾ സ്വർഗീയ പിതാവിന് നമ്മെക്കുറിച്ചുള്ള അഭിലാഷം അതായിരുന്നു. And that was the purpose. God, when the Lord went to the cross, saving a group of people who will be zealous for this good work, good, worth, benevolent. കർത്താവ് ക്രൂശിലോട്ട് കടന്നുപോയിട്ട് ഈ ലോകത്തിന്റെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ഈ ലോകത്തിന് വേണ്ടി മരിക്കുമ്പോൾ തൻ്റെ മനസ്സിലെ അഭിലാഷം എന്ന് പറയുന്നത് തനിക്ക് വേണ്ടി
സൽപ്രവർത്തികൾക്ക് എരിവുള്ള ഒരു കൂട്ടം ജനങ്ങളെ നേടണമെന്നായിരുന്നു. Paul knew this very carefully. അപ്പോസ്തലനായ പൗലോസിന് ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ And he ഉണ്ടായിരുന്നു. was fearful of this. ഈ വിഷയത്തിൽ താൻ വളരെ ഭയമുള്ള He വ്യക്തിയായിരുന്നു. knew that one day his life is going to be examined. ഒരു നാൾ തന്റെ ജീവിതം ഇതുപോലെ പരിശോധിക്കപ്പെടുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് മനസ്സിലാക്കിയിരുന്നു. Look at 1 Corinthians chapter 9. 1 കൊരിന്ത്യർ 9 നമുക്ക് കടന്നു വരാം. And verses 26 and 27. 26 27. Therefore I run thus not with uncertainty. Thus I fight not as one who beats the air, but I discipline my body and bring it into subjection, lest when I have preached to others, I myself should not become disqualified. Paul is telling, I don't want to be disqualified. ഞാൻ പ്രയോജനമില്ലാത്തവനായി തീരരുത് എന്ന് പൗലോസ് ആഗ്രഹിച്ചു. He knew one day he has to stand there. ഒരു നാളിൽ അവിടെ നിൽക്കണമെന്ന് തനിക്ക് ബോധ്യമുണ്ട്. 2 Corinthians 5:10 teaches, Paul says, all of us will stand, including him. 2 കൊരിന്ത്യർ 5:10 നാം വായിച്ചതുപോലെ നമ്മളെല്ലാവരും അവിടെ നിൽക്കേണ്ട ഒരു ദിവസമുണ്ട്. So that day when he stands there, ആ ദിവസം ആ നാളിൽ നാം അവിടെ നിൽക്കുമ്പോൾ he don't want to be disqualified. തനിക്ക് അവിടെ Disqualified. അതായത് ക്വാളിഫിക്കേഷൻ അതെ യോഗ്യതയില്ലാത്തവനായി അവിടെ നിൽക്കുവാൻ താൻ ആഗ്രഹിച്ചില്ല. In some of the English translation, ചില ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ that word is castaway. അവിടെ കാണുന്ന വാക്ക് കാസ്റ്റ് എവേ. I don't want to be a castaway. തനിക്കൊരു കാസ്റ്റവേ ആയി തീരരുത്, അല്ലെങ്കിൽ എറിഞ്ഞു കളയപ്പെടുന്ന ഒരു വസ്തു. And that word, there is a meaning behind that word. അതിന് പ്രത്യേക ഒരു അർത്ഥം അതിന് പിന്നിലുണ്ട്. When you go to ironsmith, working place, കൊല്ലന്റെ ആലയിലേക്ക് നാം കടന്നു പോകുമ്പോൾ he puts the iron into the fire and he works on it. താൻ ആ ലോഹ കഷ്ണങ്ങൾ തീയിലേക്ക് വെച്ചിട്ടാണ് താൻ അതിൽ വേല ചെയ്യുന്നത്. As he is hammering it, some of the pieces will fall down. താൻ ആ ചൂടുള്ള ലോഹത്തിൽ അടിക്കുമ്പോൾ ചില കഷ്ണങ്ങൾ തെറിച്ചു വീഴും. And he takes his fork and take it and throw to one corner of his working place. ആ വീഴുന്ന കഷ്ണങ്ങൾ താൻ ഒരു ഫോർക്ക് എടുത്ത് മറ്റൊരു സൈഡിലേക്ക് എറിഞ്ഞ് മാറ്റുന്നു. And there will be, usually there will be a small heap of that kind of iron pieces lying there. അത്തരത്തിൽ പൊട്ടി വീണ കഷ്ണങ്ങളുടെ ഒരു കൂമ്പാരം നമുക്ക് അവിടെ കാണാം. And if you ask him, why are you not taking and using it? നമ്മളൊരു കൊല്ലനോട് ചോദിക്കും, നീ എന്തുകൊണ്ട് അത് ഉപയോഗിക്കുന്നില്ല? He will say this word, it is cast away, not good. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പദം തന്നെയാണ് താൻ ഉപയോഗിക്കാൻ പോകുന്നത്. അത് കാസ്റ്റ് അവേ ആണ്, അത് പ്രയോജനശൂന്യമാണ്, It is worthless. അത് ഒരു കൊണ്ട് പ്രയോജനമില്ല. No timber, it is not useful. അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. This is what Paul is telling here. പൗലോസ് ഇവിടെ ഉപയോഗിക്കുന്നത് അത് തന്നെയാണ്. After this life, ഈ ജീവിതത്തിന് ശേഷം the Lord is going to examine me. ദൈവം എന്നെ പരിശോധിക്കുമ്പോൾ That day I don't want to be a castaway. ആ ദിവസം ഞാനൊരു കാസ്റ്റവേ അല്ലെങ്കിൽ പ്രയോജനം ഇല്ലാത്തവനായിട്ട് നിൽക്കുവാൻ താൻ ആഗ്രഹിച്ചില്ല. When you come to Romans chapter 3 verses 12, റോമർ 3:12 കടന്നു വരുമ്പോൾ we are reading about sinners there. അവിടെ പാപികളെ കുറിച്ച് നാം കാണുന്നു. We read same thing about sinners there, that all of them has become unprofitable for God. അവിടെ പാപികൾ എല്ലാവരും ദൈവത്തിന് പ്രയോജനമില്ലാത്തവരായി തീർന്നു എന്ന് നാം കാണുന്നുണ്ട്. Yes, they became കൊള്ളരുതാത്തവർ, they unprofitable. അത് ദൈവത്തിന് പ്രയോജനമില്ലാത്തവരായി, ലാഭമില്ലാത്തവരായി തീർന്നു. When I was studying Romans, ഞാൻ റോമാലേഖനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ I was surprised to know that word is actually used for rotten vegetables in that day. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം അന്നത്തെ കാലത്ത് ചീഞ്ഞ പച്ചക്കറികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന തത്തുല്യമായ പദമായിരുന്നു. Once a vegetable got rotten, sisters, it cannot be used for anything. ആ സഹോദരിമാർക്ക് അറിയാം, പച്ചക്കറി കേടായി കഴിഞ്ഞാൽ അത് യാതൊരു പ്രയോജനമില്ല, it will be thrown away. അത് എറിഞ്ഞു കളയാൻ മാത്രമാണ്. That is what Paul says. അത് തന്നെയാണ് പൗലോസ് ഇവിടെ നമ്മെ ഓർപ്പിക്കുന്നത്. എനിക്ക് അങ്ങനെ എറിഞ്ഞു കളയുന്ന അല്ലെങ്കിൽ പ്രയോജനമില്ലാത്തതായി തീരാൻ. They were unprofitable for God. പാപികൾ ദൈവത്തിന് യാതൊരു പ്രയോജനമില്ലാത്തവരാണ്. Nothing, for God, any glory came from them in the life of a sinner. പാപിയുടെ ജീവിതത്തിൽ ദൈവത്തിന് യാതൊരു മഹത്വവും ലഭിക്കുവാനില്ല. But now he has saved us with a purpose. ആ പാപിയായിരുന്ന എന്നെ ദൈവം പ്രത്യേക ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് വീണ്ടെടുത്തത്. I am being saved for good works. നല്ല പ്രവൃത്തികൾക്ക് വേണ്ടിയാണ് ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. And whatever I do, I should do for his glory. ഞാൻ എന്ത് ചെയ്താലും അത് ദൈവനാമത്തിന് മഹത്വത്തിനായി തീരണം. And one day he is going to examine my life. ഒരു നാൾ എൻ്റെ ജീവിതം ദൈവം പരിശോധിക്കാൻ പോകുകയാണ്. Examination is whether I was profitable or unprofitable. അവിടുത്തെ പരിശോധന എന്ന് പറയുന്നത് ഞാൻ ദൈവത്തിന് പ്രയോജനമുള്ളവനായിരുന്നു പ്രയോജനമില്ലാത്തവനായിരുന്നു. Paul knew and he don't wanted to be disqualified, so he disciplined his body. പൗലോസ് ഇതറിയാവുന്ന വ്യക്തിയായിരുന്നുകൊണ്ട് താൻ തൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയി, അടിമയാക്കി. And he disciplined his body. താൻ തൻ്റെ ശരീരത്തെ ഡിസിപ്ലിൻ ചെയ്തു. Not only he disciplined his body,
താൻ തൻ്റെ ശരീരത്തെ ഡിസിപ്ലിൻ മാത്രമല്ല he disciplined his mind also. തൻ്റെ മനസ്സിനെയും താൻ അതുപോലെ തന്നെ ട്രെയിൻ ചെയ്തു. Look at 2 Corinthians 10:5. 2 കൊരിന്ത്യർ 10:5. Yes, 10:5. 2 Corinthians 10:5. Yeah, every thought into the captivity of obedience of Christ. ഏത് വിചാരത്തെയും അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെയും ദൈവത്തിന്റെ ആ പരിധിക്കുള്ളിലോട്ട് അവർ Paul was bringing everything into subjection of Christ. ക്രിസ്തുവിന്റെ ആ നിയന്ത്രണത്തിന്റെ അടിയിലേക്ക് തന്റേതായ എല്ലാ ചിന്തകളെയും താൻ He കൊണ്ടുവന്നു. disciplined his mind. തന്റെ മനസ്സിനെ താൻ നിയന്ത്രിച്ചു. He disciplined his body. തന്റെ ശരീരത്തെ താൻ ഡിസിപ്ലിൻ ചെയ്തു. One thing only in his mind, that day when I stand there I should be approved. തന്റെ മനസ്സിലുള്ള ഏക കാര്യം എന്ന് പറയുന്നത് ഞാൻ ഒരു നാൾ ദൈവസന്നിധിയിൽ നിൽക്കേണ്ടവനാണ്. And he don't want to be disapproved. അന്ന് ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ യോഗ്യതയില്ലാത്തവനായി നിൽക്കുവാൻ ഇടയാകരുത്. It should be the thing, it should grip our life. നമ്മുടെ മനസ്സിനെയും പിടിച്ച് കുലുക്കേണ്ട ഒരു വസ്തു അത് തന്നെയാണ്. I have one life and this life is accountable to God. എനിക്ക് ഒരു ജീവിതമേ ഉള്ളൂ, അത് ഞാൻ ദൈവത്തിന് കണക്ക് We കൊടുക്കേണ്ടവനാണ്. studied that our sins are not going to be opened. നമ്മൾ ഓർത്തു നമ്മുടെ പാപം ഇനി ദൈവം റീവിസിറ്റ് ചെയ്യുന്നില്ല. Heaven is not a place where sins are going to be opened. സ്വർഗം അത്തരത്തിലുള്ള ഒരു സ്ഥലമല്ല നിങ്ങളുടെ പാപങ്ങൾ വീണ്ടും റീവിസിറ്റ് ചെയ്യുന്ന. I will remember your sins no more. ഞാൻ നിങ്ങളുടെ പാപങ്ങളെ ഒരു നാൾ ഓർക്കയില്ല. I have blotted out your transgression. ഞാൻ നിന്റെ അകൃത്യങ്ങളെയും പാപങ്ങളെയും തള്ളിക്കളഞ്ഞിരിക്കുന്നു. Yes, he will not remember it. He has promised it. ദൈവം നമുക്ക് വാക്ക് തന്നതാണ്, അവൻ നമ്മുടെ പാപങ്ങളെ ഇനി ഓർക്കയില്ല. Such kind of salvation is given to us. അപ്രകാരമുള്ള രക്ഷയാണ് ദൈവം നമുക്ക് But he നൽകിയിരിക്കുന്നത്. has a great desire from my heart. എന്നാൽ ദൈവത്തിന് വലിയൊരു ആഗ്രഹം തന്റെ ഉള്ളിലുണ്ട്. So I have to be careful with my life. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ വളരെ ശ്രദ്ധയുള്ളവനായി തീരുന്നു. So very careful. We know what is the thing that is going to be examined that day. അതുകൊണ്ട് ഇപ്പോൾ നമുക്കറിയാം അന്ന് പരിശോധിക്കാൻ പോകുന്ന വസ്തുത എന്താണ്. Then I had a thinking in my life, in the earlier Christian life. എൻ്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആദ്യ ഘട്ടങ്ങളിൽ എനിക്ക് അത്തരത്തിലൊരു ചിന്തയുണ്ടായി. When the Lord is going to examine, maybe 50% or 60% of my things will be burned, only the rest, that is enough. At least I'll get the rest of reward for the rest. എൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഒരു 50-60% പോയാലും ബാക്കിയുള്ള ഭാഗം ദൈവം മൂല്യമായിട്ട് കണക്കാക്കുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. Then I understood from 3 apostles' words, it is not like that. അപ്രകാരമല്ല, എൻ്റെ ചിന്താഗതി പ്രകാരമല്ല ദൈവവചനം പറയുന്നതെന്ന് 3 അപ്പോസ്തലന്മാരിൽ കൂടെ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. We will come to the same passage in 2 Corinthians 5. 2 Corinthians 5 ആ ഭാഗത്തേക്ക് നമുക്ക് മടങ്ങി വരാം. Let us read. We were reading, meditating on verse 10. 2 Corinthians 5:10. 2 കൊരിന്ത്യർ 5:10 നമുക്ക് മടങ്ങി വരാം. And we were immediately after that, what did Paul say in verse 11? Yes, look at that. Knowing therefore the terror of the Lord, we persuade men. അവിടെ നമുക്ക് അതിന് തൊട്ട് ശേഷം താൻ പറയുന്നു ദൈവത്തിന്റെ ആ ഭീകരത്വം മനസ്സിലാക്കിയിട്ടുകൊണ്ട് തന്നെ. Yes, he is speaking about the judgment of believers. അവിടെ വിശ്വാസികളുടെ ന്യായവിധിയെ കുറിച്ച് അവിടെ പറയുന്നു. Then he says immediately, knowing therefore the terror, we persuade men. അവിടെ കാണുന്നത് ദൈവത്തിന്റെ ന്യായവിധിയെ കുറിച്ചുള്ള ഭീകരത്വ നിമിത്തം ഞങ്ങൾ മനുഷ്യരെ ഭയപ്പെടുന്നു. Yes, ഭയപ്പെടുത്തുന്നു. He is forcing people to obey God. അദ്ദേഹം അവിടെയുള്ള വിശ്വാസികളെ നിർബന്ധിക്കുകയാണ് ദൈവത്തെ അനുസരിക്കണം, കാരണം ദൈവത്തിന്റെ ന്യായവിധി അത്രയും ഭീകരമാണ്. So it clearly teaches it is not going to be easy. There will be a terror in relation to the judgment day for every person. നമ്മൾ വിശ്വസിക്കുന്ന വളരെ ഈസി ആയ ഒരു കാര്യമല്ല, എന്നാൽ ന്യായവിധി സ്ഥാനത്ത് നിൽക്കുമ്പോൾ അവിടെ ഒരു ഭീകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാവും. Let us turn to what Peter has said. അപ്പോസ്തലനായ പത്രോസ് എന്താണ് പറഞ്ഞത് നമുക്ക് അല്പമായി നോക്കാം. When we come to 1 Peter chapter 4, 1 പത്രോസ് 4 കടന്നു വരുമ്പോൾ he is speaking about the judgment, same thing. അവിടെ താനും ന്യായവിധിയെ കുറിച്ച് പറയുന്നതായിട്ട് കാണാം. 1 Peter chapter 4, 1 പത്രോസ് 4 verses 17 and 18. 17-18. For the time has come for judgment to begin at the house of God. Have you noted that? നിങ്ങൾ അത് ശ്രദ്ധിച്ചോ? Peter is speaking about the severity of the judgment of unbelievers. അവിശ്വാസിയുടെ ന്യായവിധിയുടെ ഭീകരതയെ കുറിച്ച് താൻ അവിടെ ഓർമ്മിക്കുന്നു. He says the judgment of believers is so severe. If it is so, how much will be the judgment of unbelievers? അവിടെ പറയുന്നു വിശ്വാസിയുടെ ന്യായവിധിയും അവിടെ വളരെ ഭീകരമാണ്. അങ്ങനെയെങ്കിൽ അവിശ്വാസിയുടെ കാര്യം എന്താവും? He says if the righteous one is scarcely saved, നീതിമാൻ പ്രയാസേന രക്ഷപ്പെടുന്നുവെങ്കിൽ what will be the situation of an unbeliever? അഭക്തന്റെയും പാപിയുടെയും അവസ്ഥ എന്തായിരിക്കും? So again
we can understand here the severity of believers' judgment. അവിടെ നമുക്ക് മനസ്സിലാക്കാം വിശ്വാസിയുടെ ആ ന്യായവിധിയുടേതായ ഭീകരത്വം. That Paul told there will be a terror. Peter told about this, there will be a severity. അപ്പോസ്തലനായ പൗലോസ് അവിടെ ഭീകരത്വം പറഞ്ഞു. അതുപോലെ തന്നെ പത്രോസ് നമ്മെ ഓർപ്പിക്കുന്ന അത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. And now we will turn to John, what he has told. അപ്പോസ്തലനായ യോഹന്നാൻ എന്താണ് പറഞ്ഞത് നമുക്ക് അല്പം. 1 John chapter 2. 1 യോഹന്നാൻ 2 അധ്യായം. 1 John chapter 2. 1 John chapter 2 and verses 28. 28 വാക്യം. And now little children, abide in him, that when he appears we may have confidence and not ashamed before him at his coming. Yes, two things will happen. അവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണാൻ നടക്കുവാനായിട്ട് പോകുന്നത്. Many will be ashamed. പലരും ലജ്ജിതരായി തീരും. Many will not have confidence to look at his face. അന്ന് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാനായിട്ട് പലർക്കും ധൈര്യം കാണില്ല. You know, many will not have confidence. പലർക്കും ആത്മവിശ്വാസം നഷ്ടപ്പെടും. Who is the one who is not having this confidence? ആർക്കാണ് അവിടെ കോൺഫിഡൻസ് ഇല്ലാത്തതായിട്ട്? We read in Ezekiel 22 verse 14. എസെക്കിയേൽ 22:14 കടന്നു വരുമ്പോൾ The Lord is asking Israelites something. അവിടെ ഇസ്രായേൽ മക്കളോട് ദൈവം പ്രത്യേകമായ ഒരു കാര്യം ആവശ്യപ്പെടുന്നു. You know, when he is speaking about the judgment time. ന്യായവിധി ദിവസത്തെ കുറിച്ച് പറയുമ്പോൾ നാം അവിടെ കാണുന്നത് എങ്ങനെയാണ്? 22 verse 14. 22:14. Can your heart endure, or can your hands be strong in the day that I shall deal with you? Yes, he is asking, can your heart endure that? നിന്റെ ഹൃദയത്തിന് അത് താങ്ങുവാൻ കഴിയുമോ ഞാൻ നിന്നോട് ഇടപെടുന്ന നാളിൽ? Yes, it is a time the Lord is dealing. ദൈവം നിന്നോട് ഇടപെടുന്ന നാളിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. It is a time the Lord is dealing with everyone's life. ഓരോരുത്തരുടെയും ജീവിതത്തോടുള്ള ബന്ധത്തിൽ ദൈവം നിന്നോട് ഇടപെടുന്ന നാളിൽ can your heart endure it? നിന്റെ ഹൃദയത്തിന് അത് താങ്ങുവാൻ കഴിയുമോ? Or will your hand be strong? നിന്റെ കരങ്ങൾ ബലമുള്ളതായിരിക്കുമോ? This is what John wrote. Many will not have confidence at the day when they meet the Lord. അതുകൊണ്ടാണ് അപ്പോസ്തലനായ യോഹന്നാൻ അവിടെ എഴുതിയിരിക്കുന്നത് ആ നാളിൽ പലരും ലജ്ജിതരായി നിൽക്കും, പലർക്കും ആത്മവിശ്വാസം കാണത്തില്ല. And many will not have confidence. ധൈര്യമില്ലാത്തവരായി. And some will be ashamed also. ചിലർ അന്ന് ലജ്ജിതരായി തീരും. Do you know who are going to be ashamed? ആരാണ് അവിടെ ലജ്ജിതരായി തീരുന്നത്? Turn with me to Psalm 119. സങ്കീർത്തനം 119 കടന്നു വരാം. There, when you come in Psalm 19, സങ്കീർത്തനം 119 നാം കാണുന്നു. there is something like this. അവിടെ എങ്ങനെയാണ്? Verses 4. Let us read first verse 4. 4 വാക്യം. You have commanded us to keep your precepts diligently. I will not be ashamed if I keep all your commandments. നിന്റെ സകല കൽപ്പനകളെ ഞാൻ സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകില്ല. You have commanded your precepts that we should keep it diligently. കൽപ്പനകൾ കൃത്യമായി ആചരിക്കാൻ കൽപ്പിച്ചതാണ്. And if we keep it, we will not be ashamed. നമ്മൾ ദൈവത്തിൻ്റെതായ കൽപ്പനകൾ നമ്മൾ ശരിയായി പാലിക്കുന്നുവെങ്കിൽ നാം ദൈവസന്നിധിയിൽ ലജ്ജിതരായി തീരില്ല. So people will be ashamed if they don't obey his commandments. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിച്ചില്ലെങ്കിൽ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ലജ്ജിതരായി തീരും. Dear ones, 3 apostles have told the seriousness of that judgment. പ്രിയ ദൈവജനമേ, പ്രത്യേക വിശ്വാസിയുടെ ന്യായവിധിയോടുള്ള ബന്ധത്തിൽ 3 അപ്പോസ്തലന്മാർ നമ്മെ ഓർപ്പിച്ചിട്ടുണ്ട്. Paul told, അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, there will be a terror. അവിടെ ഒരു ഭീകരത്വം ഉണ്ടാവും. Peter told, പത്രോസ് നമ്മെ ഓർപ്പിക്കുന്നു, believers scarcely they will be saved. വളരെ പ്രയാസേനയാണ് വിശ്വാസികൾ അവിടെ നിൽക്കാൻ പോകുന്നത്. John told, അപ്പോസ്തലനായ യോഹന്നാൻ നമ്മെ ഓർപ്പിക്കുന്നു, many will be ashamed. പലരും ഒന്ന് ലജ്ജിതരായി തീരും. Many will not have confidence. പലർക്കും അവിടെ നിൽക്കുവാനുള്ള കോൺഫിഡൻസ് കാണത്തില്ല. If we love him, we obey him. നാം അവരെ സ്നേഹിക്കുന്നുവെങ്കിൽ നാം അവന്റെ കൽപ്പനകൾ പ്രമാണിക്കും. As we have been meditating, it was his commandment that we should walk in good works. നമ്മൾ ഓർത്തതുപോലെ നാം അവനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ വീണ്ടെടുത്തിരിക്കുന്ന നല്ല പ്രവൃത്തികൾക്കാണ്. And God commanded or asked Israelites in Amos chapter 4 verses 12. ആമോസ് 4:12 നാം കാണുന്നുള്ളൂ, ദൈവം ഇസ്രായേൽ മക്കളോട് ആവശ്യപ്പെടുന്നു, get ready to meet your God. നിന്റെ ദൈവമായ യഹോവയെ എതിരേൽക്കുവാൻ തയ്യാറെടുക്കുക. Get ready to meet your God. നിന്റെ ദൈവത്തെ എതിരേൽക്കാനായിട്ട് തയ്യാറെടുക്കുക. Now let us leave it there. We understood what is the thing that is going to be examined. എന്താണ് അവിടെ പരിശോധിക്കാൻ പോകുന്നതെന്ന് നാം കണ്ടു. We saw how serious it is. അതിന്റെ
serious. സീരിയസ്നെസ് എപ്രകാരമാണെന്ന് നാം മനസ്സിലാക്കി. Now we are going to look into the result of this examination. ആ പരിശോധനയുടെ ഫലം എന്താണെന്ന് നമുക്ക് We will അല്പമായി look നോക്കാം. into only necessary things. അത്യാവശ്യമായ കാര്യങ്ങൾ മാത്രം നാം ഒന്ന് Well, പരിശോധിക്കാം. let us turn to 1 Corinthians chapter 3. 1 കൊരിന്ത്യർ 3 നമുക്ക് കടന്നു വരാം. That passage also deals with this topic. ഈ വിഷയത്തോടുള്ള ബന്ധത്തിലാണ് ആ ഒരു വേദഭാഗവും പരാമർശിക്കുന്നത്. And we will try to study something from that passage also. ആ വേദഭാഗത്തിൽ നിന്ന് നമുക്ക് അല്പമായിട്ട് ചിന്തിക്കാം. You know, look at 1 Corinthians chapter 3. 1 കൊരിന്ത്യർ 3 കടന്നു വരുമ്പോൾ Paul is telling here, അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു. yes, verse 11, that he has laid the foundation. Verse 10. I have laid the foundation, another is building upon it. Yeah, Paul says he is a chief architect. താനൊരു പ്രധാന ശില്പിയാണെന്ന് അവിടെ പറയുന്നു. The word is actually chief architect. Pradhana Shilpi. Yes. പ്രധാന ശില്പി. Yeah, a architect. He has laid, how the building should be. ഒരു ബിൽഡിംഗ് എപ്രകാരമാണ് എന്ന രീതിയിൽ തന്നെ അത് ഡിസൈൻ ചെയ്യുന്നു. And we are working along with him. തന്നോടുകൂടെ ചേർന്ന് നാം പ്രവർത്തിക്കുന്നു. Paul is speaking about the local church here. സ്ഥലം സഭകളെ കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുന്നത്. Yeah, Paul is speaking about the local church. സ്ഥലം സഭകളെ, ലോക്കൽ സഭകളെ He കുറിച്ചാണ്. is the one who laid the foundation of Corinthian church. അവിടെ കൊരിന്ത്യയിലെ സഭയ്ക്ക് താനാണ് അടിസ്ഥാനം ഇട്ടത്. And he is asking believers, take heed how you build. നിങ്ങൾ എപ്രകാരം പണിയുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളുക. And already I am the chief architect and the drawing is already done. ഞാൻ അതിൻ്റെതായ സ്കെച്ചസ് ഓൾറെഡി ഞാൻ അത് ക്രിയേറ്റ് ചെയ്തു, അതിന് അടിസ്ഥാനം ഇട്ടു. And you should be careful how you build. നിങ്ങൾ പണിയുമ്പോൾ അത് എപ്രകാരം നിങ്ങൾ പണിയുന്നു എന്ന് ഓർക്കേണ്ടതാണ്. In the local church, everything we do, we are doing in relation to that sketch that is drawn before us. നമ്മുടെ മുമ്പിൽ വരച്ചിരിക്കുന്ന ഒരു ഡിസൈൻ പ്രകാരമാണ് ഓരോ സ്ഥലം സഭയും പണിയപ്പെടേണ്ടത്. You are a new church here. ഇതുള്ള ഒരു പുതിയൊരു സ്ഥലം സഭയാണ്. And the new church should be built, and everyone should take care how he is going to build. പ്രത്യേക ഇവിടെയുള്ള ഓരോ വിശ്വാസികളും അതിന്റെ പണി എപ്രകാരമാണെന്ന് ശ്രദ്ധിക്കേണ്ട So ആവശ്യമാണ്. one day we will again stand before him to give account of this building what we have done. ഈ സഭയോടുള്ള ബന്ധത്തിൽ നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ അതിന് കണക്ക് കൊടുക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. That is the reason he told, take heed how you build. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്രകാരം പണിയുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. So we can build with different materials in the church. നമുക്ക് പലവിധമായ വസ്തുക്കളാൽ നമുക്ക് പണി പൂർത്തിയാക്കാം. Verses 12. 12 വാക്യത്തിലേക്ക് Gold, silver, precious stones, wood, hay or straw. പൊന്ന്, വെള്ളി, yes. Now verses 13 onwards. 13 വാക്യത്തിലേക്ക് കടന്നു. Each one's work will become clear, for the day will declare it, because it will be revealed by fire, and the fire will test each one's work, what sort it is. Note that particular statement. The fire is testing what sort it is. What kind of work you have done. അവിടെ പറയുന്ന കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കുക. തീയിലൂടെ ഒരു ശോധന കഴിക്കും. നമ്മുടേതായ പ്രവൃത്തികളെ അവിടെ ശോധന ചെയ്യുന്നത് തീയിലൂടെയാണ്. I was brought up in a village in Rani. ഞാൻ വളർന്നു വന്നത് റാന്നിയിലെ ഒരു ഗ്രാമത്തിലാണ്. Chetakal village, some of you know. ചേത്തക്കൽ എന്ന ഗ്രാമത്തിൽ. There is no shops nearby. Shops means textile shops or anything in that area. ആ ഏരിയയിൽ വേറെ അങ്ങനെ തുണിക്കടകളൊന്നുമില്ല. My parents, I was small. I was a small boy going to school. ഞാൻ ചെറിയൊരു ബാലനായിരിക്കുന്ന കാലത്ത്, you know, once in a year my parents used to give us enough shirt and pants and clothes, so they take us to some good textile shops once in a year. അന്നത്തെ കാലത്ത് വർഷത്തിലൊരിക്കൽ ഞങ്ങളെ മാതാപിതാക്കൾ നല്ലൊരു ഷോപ്പിലേക്ക് അടുത്തുള്ള സിറ്റിയിൽ എവിടെയെങ്കിലും കൊണ്ടുപോകും. Usually to Tiruvalla or Kumbanadu. തിരുവല്ലയിലോട്ട് കുമ്പനാട് വന്ന് I still remember sitting in a shop known as TC Matthew in Tiruvalla. അവിടെ TC മാത്യു എന്ന പേരുള്ള ഒരു സ്ഥാപനത്തിൽ ഇരിക്കുന്നതായിട്ട് ഞാൻ I was a boy sitting along with my parents. ഞാൻ എൻ്റെ മാതാപിതാക്കളോട് കൂടെ അന്ന് ഇരുന്നതായിട്ട് ഞാൻ ഓർക്കുന്നു. And this man, shop owner,
he took a thread from one cloth. ഒരു തുണിയിൽ നിന്ന് താൻ ഒരു നൂല് വലിച്ചെടുക്കുന്നതായിട്ട് ഞാൻ കണ്ടു. Then he matched the fire and brought the thread to this fire. ആ തീയുമായിട്ട് ഈ നൂല് സംയോജിപ്പിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. So it melted like a wax. അതൊരു മെഴുകു പോലെ ആ നൂല് കത്തിപ്പോയി. It was nylon. It was at that time these nylon clothes have come, artificial clothes. നൈലോൺ തുണിത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. And he took another thread from another, cloth. മറ്റൊരു തുണിയിൽ നിന്ന് മറ്റൊരു നൂല് താനെ എടുത്തു. When it is brought to the fire, തീയിലോട്ട് താൻ അത് കൊണ്ടുവന്നപ്പോൾ it became ash. അത് ചാരമായി പോയി. That is cotton. അത് കോട്ടനാണ്. The fire was testing whether it is nylon or whether it is cotton. അദ്ദേഹം ആ തീ ഉപയോഗിച്ചത് ആ മെറ്റീരിയൽ എപ്രകാരമുള്ളതെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. And the fire is testing the quality. അവിടെ തീ ഉപയോഗിക്കപ്പെടുന്നത് ആ വസ്തുവിന്റെ ക്വാളിറ്റി എക്സാമിൻ ചെയ്യാൻ വേണ്ടിയാണ്. Here it is written, ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ the test is going to be done by fire. അവിടെ പരിശോധന നടക്കുന്നത് തീയിലൂടെയാണ്. Our work is going to be examined by fire. നമ്മുടെ പ്രവൃത്തികൾ ശോധന ചെയ്യപ്പെടുന്നത് തീയിലൂടെയാണ്. I was looking into the scripture. What does this fire shows us? ദൈവവചനത്തിൽ തീ എന്തിനെ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് ഞാൻ പരിശോധിക്കുവാൻ ഇടയായി. I was able to find, എനിക്ക് കാണുവാൻ ഇടയായി തീർന്നത്, this fire is showing forth two things. തീ രണ്ട് വിധമായ കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു. Fire is showing forth the word of God. ദൈവവചനത്തെ അത് ചൂണ്ടിക്കാണിക്കുന്നു. And it shows, it's a symbol of word of God. അത് ദൈവവചനത്തിന്റെ ഒരു റെപ്രസെന്റേഷൻ ആയിട്ട് അതിരിക്കുന്നു. Deuteronomy chapter 4 verse 24. That is symbol of God. God is a consuming fire. അവിടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി എന്ന് നാം കാണുന്നുണ്ട്. We know in Revelation when the Lord appeared for John, his eyes were like flaming fire. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ പത്മോസിന്റെ ദ്വീപിൽ കർത്താവ് യോഹന്നാന് വെളിപ്പെടുമ്പോൾ താൻ ജ്വലിക്കുന്ന അഗ്നി പോലെ കാണപ്പെടുന്നു. His eyes, അവന്റെ കണ്ണുകൾ ജ്വലിക്കുന്ന അഗ്നി പോലെയായിരുന്നു. And his word we read in Jeremiah 23:29. യിരെമ്യ 23:29 കടന്നു വരുമ്പോൾ തന്റെ വാക്കുകളെ കുറിച്ച് പറയുന്നു, The Lord's word is like fire. ദൈവത്തിൻ്റെതായ വാക്കുകൾ തീ പോലെയാണ്. Yesterday we studied that we are going to be examined by the words he has spoken. ദൈവം ഉച്ചരിച്ചതായ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടതായ വാക്കുകളാൽ നമ്മെ ന്യായം വിധിക്കുന്നു. The Lord will examine us by the words he has spoken to us. നമ്മളോട് സംസാരിക്കപ്പെട്ടതായ നമുക്ക് നൽകിയ വചനങ്ങളാൽ നമ്മെ ന്യായം വിധിക്കുന്നു. So the fire will test every man's work. അപ്പോൾ തീ ഓരോ വ്യക്തിയുടെയും പ്രവൃത്തികളെ ചോദന ചെയ്യുന്നതാണ്. And if your work is going to endure, നിങ്ങളുടെ പ്രവൃത്തി നിലനിൽക്കുന്നു എന്ന് വരികിൽ you will receive a reward. നിങ്ങൾ റിവാർഡ്സ് ലഭിക്കുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പാരിതോഷികങ്ങൾ ലഭിക്കും. Look at verses 14. 14 വാക്യം നമുക്ക് നോക്കാം. If anyone's work which he has built on it endure, he will receive reward. If anyone's work is burned, he shall suffer loss. Yes. Yes. The Lord is not going to throw away that man if his work is burned, but he will be saved, but his work will be burned. ഒരുവന്റെ പ്രവൃത്തി ദൈവം തീയിലൂടെ ശോധന ചെയ്യുമ്പോൾ അവന്റെ പ്രവൃത്തി നിലനിൽക്കുന്നു എന്ന് വരികിൽ ദൈവം അവനെ തള്ളിക്കളയുന്നില്ല. If it is burned, അവന്റെ പ്രവൃത്തി നഷ്ടപ്പെട്ടാൽ his salvation is eternal and he will be in heaven, but there is no reward. രക്ഷ ഭദ്രമാണ്, അവൻ സ്വർഗത്തിൽ തന്നെ ആയിരിക്കും. But every work will be burned. പക്ഷേ അവന്റെ പ്രവൃത്തികൾ വെന്തുപോകും. And here it is written, ഇവിടെ നാം കാണുന്നു, in that burning he will suffer loss. അവൻ വളരെയധികം നഷ്ടം അനുഭവിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണാം. മലയാളം it is ഛേദം വരും. We don't understand the meaning. എന്താ ഈ ഛേദം വരിക എന്ന് പറയുന്നത്? ആ ഛേദം, it is actually suffering. നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതയാണ് അവിടെ കാണിക്കുന്നത്. In the loss of your work there will be a suffering for you. നമ്മുടേതായ പ്രവൃത്തി നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ അത് ദഹിച്ചു പോകുമ്പോൾ അവിടെ ഒരു വേദന കഷ്ടപ്പാടുണ്ട്. Saddam Hussein invaded Kuwait. നിങ്ങൾ പലരും ഓർക്കുന്നുണ്ടായിരിക്കും, സദാം ഹുസൈൻ കുവൈറ്റിനെ അധിനിവേശം ചെയ്തപ്പോൾ. I was in Muscat. I was working in a Middle East country. ഞാൻ മസ്കറ്റിൽ അന്ന് ജോലി ചെയ്യുന്ന ഒരു കാലമായിരുന്നു.
You know, so many of our brothers and sisters were working in Kuwait. അനേക നമ്മുടെ സഹോദരി സഹോദരന്മാർ അന്ന് കുവൈറ്റിൽ വർക്ക് ചെയ്തിരുന്ന കാലമായിരുന്നു. Kuwait was such an affluent country. The salary was so high. വളരെ എക്കണോമിക്കലി ഗ്രോത്ത് ഉള്ള വളരെ ഹൈ സാലറി ഉള്ള ഒരു സ്ഥലമായിരുന്നു, Most രാജ്യമായിരുന്നു. of the people, many of the Keralites, they kept the money in the bank there. അന്ന് അവിടെയുള്ള മലയാളികൾ അവിടെയുള്ള ബാങ്കുകളിൽ തന്നെ അവരുടെ സമ്പാദ്യങ്ങൾ But ശേഖരിച്ചു. one day, Saddam Hussein came and invaded, and he has taken everything. അവിചാരിതമായ ഒരു ദിവസം സദാം ഹുസൈൻ കയറി വരികയും ആ രാജ്യത്ത് പിടിച്ചടക്കുകയും ചെയ്തു. They lost everything. അവർക്കെല്ലാം നഷ്ടപ്പെട്ടു. But somewhere or other, they came back to their home. എങ്ങനെയോ പലവിധമായ കഷ്ടങ്ങളിലൂടെയും അവരവരുടെ നാട്ടിലോട്ട് അവർ മടങ്ങി വന്നു. And when they came home back in Kerala, അവരുടെ സ്വന്തം നാടായ കേരളത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ, can you imagine the loss they had? People worked for 18 years, 10 years, everything is gone. നിങ്ങൾക്ക് അവരുടേതായ ആ ദുഃഖം മനസ്സിലാക്കുവാൻ കഴിയുമോ? 10-20 വർഷം അല്ലെങ്കിൽ 15 വർഷം അവിടെ അധ്വാനിച്ച് അവരുടെ എല്ലാ സമ്പാദ്യവും നഷ്ടപ്പെട്ടു. That brought a suffering. ആ ഒരു വേദന അവർക്ക് വലിയൊരു കഷ്ടപ്പാട് അവരുടെ ഹൃദയത്തിലുണ്ടാക്കി. When we reach heaven, നമ്മൾ സ്വർഗത്തിലേക്ക് കടന്നു വരുമ്പോൾ we will not have any more time. നമുക്ക് നമ്മുടേതായ സമയം ഇനി നമുക്കില്ല. Yes, that is over. അവിടം കൊണ്ട് എല്ലാം തീർന്നു. But if my work is not accepted by the Lord, ആ സമയത്ത് നമ്മൾ ചെയ്ത പ്രവർത്തികൾ ദൈവം അംഗീകരിച്ചില്ലെങ്കിൽ, we read clearly, there will be a suffering in that loss. നമ്മൾ അവിടെ വ്യക്തമായി വായിക്കുന്നു, നമുക്ക് വലിയൊരു വേദനയിലൂടെ നാം കടന്നു പോകേണ്ട ഒരു സാഹചര്യം വരും. I don't know how it is. അത് എപ്രകാരമാണെന്ന് വർണ്ണിക്കുവാൻ എനിക്ക് But കഴിയില്ല. Bible teaches there will be a suffering to that loss. ആ നഷ്ടബോധത്തിൽ വലിയൊരു കഷ്ടത അല്ലെങ്കിൽ ഒരു പ്രയാസം നമുക്ക് ഉണ്ടാകുമെന്ന് ദൈവം നമ്മെ ഓർപ്പിക്കുന്നു. But if any man's work abide, he will receive a reward. അവിടെ ഒരുവൻ്റെതായ പ്രവൃത്തി നിലനിൽക്കുന്നുവെങ്കിൽ അവന് പ്രതിഫലം ലഭിക്കുമെന്ന് നാം അവിടെ The Lord കാണുന്നു. is going to reward him. ദൈവം അവനെ പ്രതിഫലങ്ങളാൽ ആദരിക്കുവാൻ Let പോകുന്നു. me tell you, 6 kind of materials are used to build. അവിടെ പണിക്കായിട്ട് 6 തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാം. When the fire is the media testing it, അവിടെ ഉപയോഗിക്കുന്ന ആ ടെസ്റ്റിംഗ് മീഡിയം തീയായിരിക്കുമ്പോൾ, do you know that gold, silver and precious things will stand there? അമൂല്യ ലോഹങ്ങളായ ഗോൾഡ്, സിൽവർ എല്ലാം അവർ നിലനിൽക്കും. But hay, wood and straw will be burned out. മരം, പുല്ല്, വൈക്കോൽ എന്നിവ അത് തീക്കിരയായി തീരും. You know, this is Christian work. അതാണ് This is Christian work. അതാണ് ഇത് ക്രിസ്തീയ പ്രവൃത്തിയാണ്. ക്രിസ്തീയ പ്രവൃത്തിയാണ്. And in this Christian work, ഈ ക്രിസ്തീയ പ്രവൃത്തിയിൽ you can use combustible material and incombustible material. കത്തുന്നതും കത്താത്തതും. കത്തുന്നതും കത്താത്തതുമായ വസ്തുക്കൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. You know, you can take wood, hay or straw. നിങ്ങൾക്ക് മരം, പുല്ല്, വൈക്കോൽ ഉപയോഗിച്ച് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ചെയ്യാം. One servant of God told like this, that is available in the backyard. ഒരു ദേവദാസൻ പറഞ്ഞു അത് ബാക്കിലുണ്ട്, അത് ഈസിലി അവൈലബിൾ ആണ്. Easy to take and build. പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ കഷ്ടപ്പാടില്ല. It is easy to, people can see it. അത് പ്രസന്റബിൾ ആണ്, മറ്റുള്ളവരുടെ മുമ്പിൽ പെട്ടെന്ന് കാണും. You want to build with silver, gold and precious stone? നിങ്ങൾക്ക് അമൂല്യമായ ലോഹങ്ങൾ, വെള്ളി, പൊന്നുകൊണ്ട് പണിയണമോ? You have to dig and dig. നിങ്ങൾക്ക് വളരെയധികം കുഴിച്ച് ഖനികളിലേക്ക് പോകേണ്ട ആവശ്യം. Then only you will find this. വലിയൊരു അധ്വാനത്തിന് ശേഷമാണ് ഈ അമൂല്യ മെറ്റൽസ് നിങ്ങൾക്ക് കാണുകയുള്ളൂ. It is a detailed study, but I will condense in one sentence and see. അതൊരു വലിയ പഠനമാണ്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അത് വളരെ ചുരുക്കം വാക്കുകളിൽ പറഞ്ഞു പോകാം. The Spirit doesn't tell here as an illustration. It teaches certain truths. പ്രത്യേകമായ സത്യങ്ങൾ ദൈവാത്മാവ് അവിടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. The gold, somebody is building with the gold. ഒരുവൻ സ്വർണം കൊണ്ട് പണിയുന്നു എന്ന് വരികിൽ, the gold in the scripture shows the deity of Christ. ദൈവത്വത്തെ ഗോൾഡ് റിപ്രസെന്റ് ചെയ്യുന്നു. And if we know in Revelation chapter 3, the Lord is speaking to Laodicean church, in order to be rich, buy the fine gold that is refined in fire. That is the Lord himself. അവിടെ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് കടന്നുമ്പോൾ തീയിൽ ഊതിക്കഴിച്ച പൊന്നിനെ പോലെ ആകണമെന്ന് വിലയ്ക്ക് വാങ്ങുക ലവോദിക്ക സഭയോട് പറയുന്നു. And not only that, in the tabernacle everything is covered in gold. നമ്മൾ സമാഗമന കൂടാരത്തിലേക്ക് വരുമ്പോൾ അവിടെ എല്ലാം പൊന്നുകൊണ്ട് കവർ ചെയ്തതായിട്ട് കാണുന്നു. That is the righteousness of Christ. അത് ദൈവത്തിന്റെ നീതിയെ കാണുന്നു. ക്രിസ്തുവിന്റെ നീതിയെ കാണിക്കുന്നു. What is silver?
വെള്ളി എന്താണ് കാണിക്കുന്നത്? And the Israelites had to pay half a shekel as a redemption money. അവരുടെ വീണ്ടെടുപ്പിന്റെ വിലയായിട്ട് അര ശേക്കൽ അവർക്ക് കൊടുക്കേണ്ടതായിരുന്നു. വെള്ളി കൊടുക്കണമായിരുന്നു. And the foundation of tabernacle, നമ്മൾ സമാഗമ കൂടാരത്തിന്റെ ഫൗണ്ടേഷൻ നാം പരിശോധിക്കുകയാണെങ്കിൽ it is a dwelling place of God. ദൈവത്തിന്റെ വാസസ്ഥലമായിരുന്നു. And the foundation of tabernacle is 5 tons of silver socket. നാം പരിശോധിക്കുകയാണെങ്കിൽ 5 ടണ്ണ് വെള്ളിയുടെ കട്ടകളാണ് അവിടെ ഉപയോഗിക്കപ്പെടുന്നത്. Silver sockets are used as the foundation. വെള്ളിക്കട്ടകൾ 5 ടണ്ണ് ഭാരമുള്ള വെള്ളിക്കട്ടകളാണ് അതിന്റെ കൺസ്ട്രക്ഷൻ. It's almost 5 tons of silver, sockets. 5 ടണ്ണ് സിൽവർ ആണ് അവിടെ ഉപയോഗിക്കുന്നത്. That is a foundation of God's dwelling place. ദൈവത്തിന്റെ വാസസ്ഥലത്തിന്റെ അടിസ്ഥാന പ്രകാരമാണ് പണിയപ്പെട്ടത്. It shows silver stands for redemption in Christ. വീണ്ടെടുപ്പ്. ക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പിനെ അത് കാണിക്കുന്നു. Churches built on the foundation of Christ. ക്രിസ്തു എന്ന അടിസ്ഥാനത്തിലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത്. That is the reason he told, I will build my church. He has to die and resurrect. താൻ പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. അതിനുവേണ്ടി താൻ മരിക്കുകയും പുനരുദ്ധാനം ചെയ്യേണ്ട ആവശ്യമായിരുന്നു. And precious stones, വിലയേറിയ കല്ലുകൾ, these are found in the heat and the pressure inside the earth. വലിയ താപത്തിലൂടെ അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചറിലൂടെ പ്രോസസ് ചെയ്തിട്ടാണ് ഈ പ്രഷ്യസ് മെറ്റൽസ് നമുക്ക് ലഭിക്കുന്നത്. That is the beauty of a believer. Holy Spirit transforms his life and make him so precious. ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ മനോഹാരിത അതാണ്. അവൻ ജീവിതത്തിൻ്റെതായ വളരെ ചൂടേറിയ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവിനെ രൂപപ്പെടുത്തുന്നു. But what about wood, hay and straw? മരം, പുല്ല്, വൈക്കോലിന്റെ അവസ്ഥ എന്താണ്? Wood, hay and straw easy to get. അത് വളരെ ഈസിലി അവൈലബിൾ ആണ്. As we have seen, it is they naturally grow from the earth. അത് ഭൂമിയിൽ നിന്ന് സ്വതവേ വളർന്നു വരുന്നതാണ്. That is what coming out of your flesh. അത് ജഡത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. Good to see, covered with the green grass. നല്ല പച്ച പുൽ മൈതാനങ്ങൾ കാണുവാൻ വളരെ മനോഹരമാണ്. Hey, it is also easy to carry and all. വൈക്കോലുകൾ നോക്കുമ്പോൾ അത് ക്യാരി ചെയ്യാൻ വളരെ സൗകര്യപ്രദമാണ്. That will be burned and become a heap of just handful of ashes. അത് ദഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഒരു കയ്യിൽ പിടിക്കാവുന്ന അത്ര ചാരമായി തീരുന്നു. The fire will make it into a handful of ashes within few minutes. ചുരുക്ക സമയം കൊണ്ട് ആ തീയിലൂടെ ദഹിച്ചു കഴിഞ്ഞാൽ അത് അല്പം ചാരമായിട്ട് മാറുന്നു. These precious materials are the things you take and build on the life of believers. ഒരു വിശ്വാസിയുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഇപ്രകാരം ഉള്ള എന്നേക്കും നിലനിൽക്കുന്ന ഇതുപോലുള്ള പ്രഷ്യസ് മെറ്റൽസ് വെച്ച് പണിയേണ്ട ആവശ്യമാണ്. That will endure eternity. അത് നിത്യത വരെയും നിലനിൽക്കുന്നതാണ്. Any Christian ministry, ഏത് ക്രിസ്തീയ പ്രവർത്തനമായാലും, if it is a blessing to the souls, അത് ആത്മാക്കൾക്ക് അനുഗ്രഹപ്രദമാണെങ്കിൽ that will endure. അത് എന്നേക്കും നിലനിൽക്കുന്നതാണ്. Let us leave it there. നമുക്ക് അത് അവിടെ വിടാം. So the Lord was teaching here something more. ദൈവം അവിടെ പല കാര്യങ്ങളും നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. See, when you are going to receive the reward, നമ്മൾ പ്രതിഫലങ്ങൾ സ്വീകരിക്കുമ്പോൾ, in the Bible it is very clearly taught about this reward. പ്രതിഫലങ്ങളെ കുറിച്ച് ദൈവം നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. I will just take few things. ഞാൻ വളരെ ചുരുക്കം കാര്യങ്ങൾ മാത്രം, not all in detail, but I will take a few things. ആഴമായിട്ട് പോകുവാൻ സമയമില്ലാത്തതുകൊണ്ട് വളരെ ലളിതമായിട്ട് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു. See, heaven is not a place of socialism. Everyone is not going to be same in heaven. നമ്മൾ സ്വർഗത്തിലേക്ക് കടന്നു വരുമ്പോൾ സോഷ്യലിസ്റ്റിന്റെ സ്ഥലമല്ല, എല്ലാവർക്കും തുല്യമായി കൊടുക്കുന്ന ഒരു സ്ഥലമല്ല സ്വർഗം. Yesterday we studied even the judgment of sinners, there will be difference. ഈവൻ പാപിയുടെ ന്യായവിധിയിൽ പോലും വകഭേദങ്ങളുണ്ട് എന്ന് ദൈവം നമ്മെ ഓർപ്പിക്കുന്നു. See, when we reach heaven, നമ്മൾ സ്വർഗത്തിൽ വരുമ്പോൾ we will be having different ranks. സ്ഥാനങ്ങൾ, പല സ്ഥാനങ്ങളും ഉണ്ട് വിശ്വാസിക്ക് അവിടെ കടന്നു വരുമ്പോൾ. Who has taught it? ഇതാരാണ് പഠിപ്പിച്ചത്? The Lord himself has taught us. കർത്താവ് തന്നെ നമ്മെ ഇത് പഠിപ്പിക്കുന്നതായിട്ട് കാണാം. Where is it? എവിടെയാണ് നാം കാണുന്നത്? Take Matthew chapter 5. മത്തായി സുവിശേഷം 5 നമുക്ക് മടങ്ങി വരാം. Chapter 5, 5 അധ്യായം verses 19. 19 വാക്യത്തിൽ നാം This is taught by the Lord. കർത്താവ് ഇങ്ങനെ പറയുന്നു, Whosoever therefore break one of the least of this commandment and teach men so shall be called least in the kingdom of heaven, but whosoever does not teaches them
he shall be called, teach them, he shall be called great in the kingdom of heaven. Have you noted that? നിങ്ങളത് ശ്രദ്ധിച്ചു? Not big commandments, even small commandment. ഈവൻ ദൈവത്തിൻ്റെ ചെറിയ കൽപ്പനകൾ പോലും If you don't keep it, അത് നീ പാലിക്കുന്നില്ല എങ്കിൽ, he told, you will go to heaven, but in heaven you will be called least, small. നീ സ്വർഗത്തിൽ കടക്കുക എന്നാൽ അവിടെ നിസാരനായി തീരും. But if you keep it and teaches people, you will be called great. നീ അത് പാലിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരിൽ, So there is small and great in heaven. അവിടെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഉയർന്നവരും താഴ്ന്നവരും ഉണ്ട്. Another group. മറ്റൊരു കൂട്ടത്തെ നാം അവിടെ കാണാം. Look at chapter 18. 18ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. Matthew chapter 18. മത്തായി സുവിശേഷം 18ാം അധ്യായം Verses 4. 4ാം വാക്യം. Therefore, whosoever humble himself as this little child is the greatest in the kingdom of heaven. Yes. Small in heaven, great in heaven, greatest in heaven. ചെറിയ അവസ്ഥ, ഉയർന്ന അവസ്ഥ, ഏറ്റവും ഉയർന്ന അവസ്ഥ. This is taught by the Lord. ദൈവം തന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ്. Wonderful. വളരെ മനോഹരം, ആശ്ചര്യകരമായിരിക്കുന്നു. Let it be there. When call in heaven for worship, the Lord is calling in heaven small and great. I'll give you the verse, you can note it, some of you are noting the verses. നിങ്ങൾ വാക്യങ്ങൾ കുറിച്ചെടുക്കുന്നുവെങ്കിൽ ഞാൻ വാക്യം തരുവാൻ ആഗ്രഹിക്കുന്നു. Revelation 19:5, Revelation 19:5. വെളിപ്പാട് 19:5. Revelation 11:18. വെളിപ്പാട് 11:18. There the call is for small and great in heaven. അവിടെ ചെറിയവരും വലിയവരുമായവരെ അവിടെ വിളിക്കുന്നതായിട്ട് കാണുന്നു ആരാധനയ്ക്ക്. So there will be small and great in heaven. അവിടെ ചെറിയവരും വലിയവരും ഉണ്ട്. And the greatest in heaven. ഏറ്റവും ഉയർന്ന പദങ്ങളിലിരിക്കുന്നവരും. If you can humble as a child here today, നിങ്ങൾക്ക് ഇന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ ഒരു കുഞ്ഞിനെ പോലെ എളിമപ്പെടുവാൻ കഴിയുന്നുണ്ടോ? the Lord will lift you up. ദൈവം നിന്നെ ഉയർത്തും. If we read in Philippians, he humbled himself even to the cross. ഫിലിപ്പി ലേഖനത്തിൽ വായിക്കുന്ന പോലെ അവൻ ക്രൂശിനോളം അവൻ താഴ്ച. So he was, raised up. ദൈവം അവനെ ഏറ്റവും ഉയർത്തിയെന്ന് നാം കാണുന്നു. Because he humbled himself. അവൻ തന്നെ താഴ്ത്തി. Now, not only in the rank there will be difference. നമ്മുടേതായ പദവികളിൽ മാത്രമല്ല വ്യത്യാസം. Now, this was difficult for me to preach. There will be difference in glory. മഹത്വത്തിലും താരതമ്യമുണ്ട് എന്ന്, ഏറ്റക്കുറച്ചിലുകളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുവാനിടയായി തീർന്നു. I worked for an American company for 17 years. ഞാൻ 17 വർഷം ഒരു അമേരിക്കൻ കമ്പനിക്ക് വേണ്ടിയാണ് അവിടെ വർക്ക് ചെയ്തത്. Since it was an American company, I had to go there very well dressed. ഒരു അമേരിക്കൻ കമ്പനി ആയതുകൊണ്ട് തന്നെ ഞാൻ വളരെ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്തിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. I have worked with many nationals. ഞാൻ വിവിധ രാജ്യങ്ങളിലുള്ള വ്യക്തികളുമായിട്ട് അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. There was Jordanians. ജോർദാനിയൻസ് ഉണ്ട്. Like these people, Arab people. അറബ്സ് ഉണ്ട് അവിടെ. Even English people, it's not problem. English people, when I come near to this Jordanians and all, I feel little awkward because they have not only white, their faces are all pink color. ഞാൻ ജോർദാനിയൻസിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എനിക്ക് അല്പം ഒരു വൈറ്റ് ക്ലബ് എന്ന് തോന്നും. കാരണം അവരുടെ ഫേസിൻ്റെ ടെക്സ്ചറൊക്കെ വളരെ പിങ്ക് കളറാണ്. And I am little dark. I got my father's color. എനിക്ക് എൻ്റെ പിതാവിൻ്റെ കളറാണ് ലഭിച്ചിരിക്കുന്നത്, അല്പം ഡാർക്കാണ്. I had no option. എനിക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. So that taught me something. എന്നെ അതൊരു കാര്യം പഠിപ്പിച്ചു. When you reach heaven, നാം സ്വർഗത്തിലേക്ക് കടന്നു വരുമ്പോൾ we all will be glorified. നമ്മളെല്ലാവരും മഹത്വീകരിക്കപ്പെടും. But we will have difference in glory. എന്നാൽ ആ ലഭിക്കുന്ന മഹത്വത്തിൽ തന്നെ ഏറ്റക്കുറച്ചിലുകളുണ്ട്. It depends upon your love to the Lord and your submission to Him and your holiness. You will have different glory in heaven. നിങ്ങൾക്ക് അന്ന് ലഭിക്കുന്ന മഹത്വത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവുമാണ്. അനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന മഹത്വത്തിലും വ്യത്യാസം വരും. Turn with me to 1 Corinthians chapter 15. 1 കൊരിന്ത്യർ 15 നമുക്ക് കടന്നു വരാം. We will see whether it is it like that. അങ്ങനെയാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. Chapter 15, Paul is speaking about resurrection. അവിടെ പുനരുദ്ധാനത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുന്നു. And he is speaking in verses 41. 15:41. There is one glory of the sun, another glory of the moon, another glory of the star. One star differ from another star in glory,
so also is a resurrection of the dead. Yes, there will be difference in glory. Even one star differ from another star in glory. ഒരു നക്ഷത്രത്തിന്റെ തേജസ് മറ്റൊരു നക്ഷത്രത്തിന്റെ തേജസ്സിൽ നിന്ന് വിഭിന്നമായിരിക്കുന്ന പോലെ So we will have difference in glory. നമുക്കും അതുപോലെ തന്നെ ലഭിക്കുന്ന തേജസ്സിൽ വ്യത്യാസമുണ്ട്. Do you know who is going to be the brightest stars? ഏറ്റവും ശോഭിക്കുന്ന നക്ഷത്രം ആരായിരിക്കും? Turn to Daniel chapter 12. ദാനിയേൽ പ്രവചനങ്ങളിലേക്ക് വരാം. ദാനിയേൽ 12. Yes. Daniel chapter 12 and verses 3. ദാനിയേൽ 12:3. Yes, look at that. Who is going to shine as stars? അവിടെ നാം കാണുന്നുണ്ട് ആരാണ് നക്ഷത്രങ്ങളെ പോലെ They will like the stars forever and ever. എന്നേക്കും ജ്വലിക്കുന്ന നക്ഷത്രങ്ങളെ പോലെ ആയിത്തീരും. Those who turn many to righteousness. അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവരെ കുറിച്ചാണ് അവിടെ പറയുന്നത്. Do you know that there are stars in this world? ഈ ഭൂമിയിൽ നക്ഷത്രങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാമോ? Sports star, film star. Yes. Yes, sports star and film stars. Yeah. They are shining in the, in the myriads of people, group of people. നമ്മൾ ഈ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ അത്തരത്തിലുള്ള താരങ്ങൾ ജനങ്ങളുടെ മധ്യത്തിൽ മിന്നുന്നതായിട്ട് നമുക്ക് കാണാം. But it is only for a short period. അത് വളരെ ടെമ്പററി ആണ്, അത് നൈമിഷികമാണ്. But here eternally we will be shining like heavenly stars. എന്നാൽ നമ്മൾ എന്നേക്കും നിത്യതയോളം ജ്വലിക്കുന്ന നക്ഷത്രങ്ങളായി തീരും. Those who turn many to righteousness. അനേകരെ നീതിയിലേക്ക് തിരിക്കുന്നവർ. Dr. H.A. Ironside, whom we all respect, one of the old and brother whom we, a servant of God, he wrote like this. H.A. Ironside. H.A. Ironside എന്ന് പറയുന്ന ഒരു വ്യക്തി ഇങ്ങനെ എഴുതുവാനിടയായി തീർന്നു. There will be different in glory according to the measure of our devoutness to Christ down here. നമ്മുടെ ദൈവത്തോടുള്ള ഭക്തി, നമ്മുടെ ആദരവിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന മഹത്വത്തിലും വ്യത്യാസം വരും. And so likewise, yes, our glory will be different. നമ്മുടെ നമുക്ക് ലഭിക്കുന്ന മഹത്വവും വിഭിന്നമായിരിക്കും. Saint Augustine told like this. സെയിന്റ് അഗസ്റ്റിൻ ഇപ്രകാരം പറയുകയുണ്ടായി. The splendor is unequal, but their heaven will be one. ഒരു സ്വർഗമായിരിക്കും, പക്ഷേ തേജസ്സിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. Because the Lord is a righteous God. സഹോദരന്മാരെ, നമ്മുടെ ദൈവം നീതിമാനായ ഒരു ദൈവമാണ്. When we pray, നാം പ്രാർത്ഥിക്കുമ്പോൾ closing the door and nobody is seeing us, വാതിൽ അടച്ചുകൊണ്ട് നാം ആരും കാണാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ we have more devotion to the Lord. നമുക്ക് ദൈവത്തോട് കൂടുതൽ ഭക്തിയും ആദരവും ഉണ്ട്. Do you think the Lord will just forget that? നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവം മറക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു? Do you think that a carnal believer and a spiritual believer is going to be rewarded in the same way? ഒരു ഭക്തനായ ഒരു വിശ്വാസിയും അല്ലെങ്കിൽ ലോകപ്രകാരം ജീവിക്കുന്ന ഒരു ദൈവത്തെ അറിഞ്ഞ വ്യക്തിയും ഒരുപോലെ ദൈവം റിവാർഡ് ചെയ്യുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? He is a righteous God. ദൈവം നീതിമാനായ ദൈവമാണ്. He is watching at you. ദൈവം നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. He is looking at your devotion. നിങ്ങളുടേതായ ദൈവത്തോടുള്ള ഭക്തി ദൈവം പരിശോധിക്കുന്നു. When you pray, when you spend more time with the Lord, സൗകര്യമാരെ നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങളുടേതായ സമയങ്ങൾ അധികമായി ചിലവഴിക്കുമ്പോൾ, let me remind you, based on these verses, it is going to reflect in the net. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ആ സമയം ദൈവം നിങ്ങൾക്ക് പ്രതിഫലമായിട്ട് it will be based on your devoutness to Christ. ദൈവത്തോടുള്ള ക്രിസ്തുവിനോടുള്ള ഭക്തിയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നത്. He is a righteous God. He will not forget it. അവൻ നീതിമാനായ ദൈവമാണ്. അവൻ ഒരിക്കലും മറന്നു കളയുന്നവനല്ല. There will be difference in ranks. അവിടെ പദവികൾക്ക് വ്യത്യാസമുണ്ട്. There will be difference in glory. അവിടെ മഹത്വത്തിന് വ്യത്യാസമുണ്ട്. There will be difference in rewards also. അവിടെ പ്രതിഫലങ്ങൾക്കും വ്യത്യാസമുണ്ട്. And there are crowds. I don't want to take in detail. It will be a big study. Crowds. അവിടെ കിരീടങ്ങളുണ്ട്. അത് വലിയൊരു പഠനമാണ്. We all cannot put crowns on heads. എല്ലാവർക്കും അവിടെ കിരീടങ്ങൾ ലഭിക്കണമെന്നില്ല. I had an experience in the Middle East. ഗൾഫിന്റെ പ്രദേശത്തായിരുന്നപ്പോൾ എനിക്ക് അത്തരത്തിലൊരു അനുഭവം ഉണ്ടായി. I took an appointment with a royal family young man. ഒരു രാജകീയ കുടുംബത്തിലുള്ള ഒരു പ്രിൻസുമായിട്ട് എനിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. He was young, much younger to me. എന്നെക്കാളും വളരെ പ്രായം കുറഞ്ഞൊരു വ്യക്തിയായിരുന്നു. He finished his study. I think he studied in UK and he came back and he is in the government office. താൻ തൻ്റെ ഗ്രാജുവേഷൻ സ്റ്റഡീസ് UK-യിൽ പഠിച്ചതിന് ശേഷം തിരിച്ച് താൻ ഗൾഫിന്റെ പ്രദേശത്തേക്ക് രാജകുടുംബത്തിൽ So I was sitting with him in the office. ഞാൻ തന്നോടുകൂടെ ആ ഓഫീസിൽ ഇരിക്കുകയായിരുന്നു. I was so respectfully I was calling him Mr. Setwani. I
said 2 or 3 times like this word. His name is Sethwani, Mr. Sethwani. പൂർണ്ണ ബഹുമാനത്തോടു കൂടിയാണ് ഞാൻ തന്നെ അഭിസംബോധന ചെയ്തു. മിസ്റ്റർ സേത്വനി എന്ന് ഞാൻ 2 തവണ ബഹുമാനത്തോടു കൂടെ തന്നെ അഭിസംബോധന ചെയ്തു. This young man told me, sorry, don't call me Mr. Call me His Highness. താൻ എന്നെ ഇപ്രകാരം തിരുത്തുകയുണ്ട്, എന്നെ മിസ്റ്റർ എന്ന് വിളിക്കരുത്, എന്നെ His Highness. His Highness. You know, then immediately it struck me, we call the king His Majesty and the royal people His Highness. നമ്മൾ രാജാവിനെ His മജസ്റ്റി എന്നും അതുപോലെ തന്നെ രാജകുടുംബത്തിലുള്ളവരെ ഹിസ് ഹൈനസ് എന്നും നാം അഭിസംബോധന ചെയ്യണം. I understood the royal blood is different from our blood. ഞാൻ മനസ്സിലാക്കിയുണ്ടായി രാജകീയ രക്തത്തിലുള്ളവർ ചിന്തിക്കുന്നത് മറ്റൊരു തരത്തിലാണ്. And it's not what we think. നമ്മൾ ചിന്തിക്കുന്ന പോലെ എല്ലാവരും ചിന്തിക്കുന്നത്. They have that proud being in the king's family. രാജകുടുംബത്തിലായിരിക്കുന്നതുകൊണ്ട് തന്നെ അവരെ കുറിച്ച് പ്രത്യേകമായ ഒരു രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. When the Lord is going to come back, ദൈവം നമ്മെ ചേർക്കുവാനായിട്ട് മടങ്ങി വരുമ്പോൾ, we read in the scripture there will be many crowns on his head. തൻ്റെതായ തലയിൽ അനേക കിരീടങ്ങളുണ്ടെന്ന് നാം വായിക്കുന്നു. He is coming to take our hands. അവൻ നമ്മുടെ കരങ്ങൾ എടുക്കുവാനായിട്ട് വരുന്നു. And we are going to be his bride. നമ്മൾ അവന്റെ മണവാട്ടിയായി തീരുകയാണ്. And to sit at his side. അവന്റെ വശത്ത് നാം ഇരിക്കുമ്പോൾ, But he wanted us also to have crown on our heads. നമ്മളും കിരീടങ്ങളോടുകൂടി ഇരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. And it is promised to us, 5 crowns. നമുക്കായിട്ട് ദൈവം 5 കിരീടങ്ങൾ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. And the crowns that is promised to us is different from the crown that the Lord is having. ദൈവത്തിനുള്ള കിരീടങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന. The crowns on his head is actually in Greek diadem, that is a royal crown. കർത്താവിന്റെ തലയിലിരിക്കുന്ന ഡിയാഡമാണ്, അത് റോയൽ ക്രൗൺ ആണ്. And the crowns that is promised to us is Stephanos, victor's crown. നമുക്ക് ലഭിക്കാൻ പോകുന്ന സ്റ്റെഫാനോസ്, അതായത് വിജയിക്കുന്നവർക്ക് ലഭിക്കുന്ന കിരീടമാണ്. Yeah, that word itself teaches that it is a reward for our spiritual fight, spiritual life. We are suffering many things. We endure and keep many things here for the Lord. Then the reward is going to be given. വിജയകിരീടം എന്ന വാക്കുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പോരാട്ടങ്ങളുണ്ട്. അത് തരണം ചെയ്ത് മുന്നോട്ട് വിജയിയായിട്ട് വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കിരീടമാണ് സ്റ്റെഫാനോസ്. I will take 2 conditions and then I will stop. 2 കണ്ടീഷൻസ് മാത്രമേ എന്നെ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു. And in order to receive this crown, ഈ കിരീടം ലഭിക്കണമെങ്കിൽ 2 things you have to take care. 2 കാര്യങ്ങൾ നാം അവിടെ ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. Revelation chapter 3. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം. Look at there. അവിടെ നാം കാണുന്നു, He is speaking to a faithful church, that is Philadelphian church. വിശ്വസ്തരായ ഫിലദൽഫിയ സഭയോട് താൻ സംസാരിക്കുമ്പോൾ, Chapter 3 verse 11. വെളിപ്പാട് 3:11, Behold, I come quickly. Hold fast what you have, that no one may take your crown. Yes, enough. Hold fast that no one will take your crown. നിന്റെ കിരീടത്തെ മുറുക്കെ പിടിച്ചുകൊള്ളുക, മറ്റാരും അത് എടുക്കാതെ നീ സൂക്ഷിക്കുക. That means you can lose your crown. അത് അവിടെ ഓർപ്പിക്കുന്നത് നിന്റെ കിരീടം നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. Crown is a reward. അതൊരു പ്രതിഫലമാണ്. See, it is for the reward what you are doing for the Lord. അത് നീ ദൈവത്തിന് ചെയ്യുന്ന പ്രവൃത്തിക്കുള്ള പ്രതിഫലമാണ്. If you are not willing to do that, നീ അത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് the Lord will bring some other person to do that. നിന്റെ സ്ഥാനത്ത് ദൈവം മറ്റൊരു വ്യക്തിയെ അതിനു വേണ്ടി കൊണ്ടുവരും. The crown that was meant to give you will be given to that person. നിനക്ക് ദൈവം നൽകുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആ കിരീടം ആ മറ്റൊരു വ്യക്തിക്ക് ദൈവം കൊടുക്കും. So he is asking, hold fast that no one will take your crown. അതുകൊണ്ട് ദൈവം നിന്നോട് പറയുകയാണ്, നിന്റേതായ കിരീടം നീ മുറുകെ പിടിച്ചുകൊള്ളുക. Otherwise somebody will take it. അല്ല എന്ന് ഒരിക്കലും മറ്റൊരാൾ അത് എടുക്കുവാൻ Sisters, സാധ്യതയുണ്ട്. brothers, the Lord wanted you to do something for the church. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഈ സഭയ്ക്ക് വേണ്ടിയിട്ട്, ദൈവത്തിൻ്റെതായ സഭയ്ക്ക് വേണ്ടി എന്തെങ്കിലും പ്രയോജനകരമായി ചെയ്യണം. If you are not willing, നീ അത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, he will find some other to do it. ദൈവം മറ്റൊരാളെ അതിനുവേണ്ടി കണ്ടെത്തും. And he will take that crown. അവൻ ആ കിരീടം എടുക്കും. So hold fast that no one will take that crown. അതുകൊണ്ട് തന്നെ നീ ആ കിരീടം മുറുകെ പിടിച്ചുകൊള്ളുക. Another thing. മറ്റൊരു കാര്യം, Turn to 2 Timothy. 2 തിമോഥെയോസിലേക്ക് കടന്നു വരാം. Chapter 2. 2-ാം അധ്യായം Verses 5. 2:5. 2 തിമോഥെയോസ് 2:5. If anyone competes in other, he will not be crowned unless he competes according to the rules.
Yeah, you want the crown? There is a law laid down. നിനക്ക് കിരീടം ആവശ്യമുണ്ടോ അതിന് വേണ്ടുന്ന ഒരു ഫൗണ്ടേഷൻ നിയമങ്ങളുണ്ട്. Any game there is certain conditions or laws. ഏതൊരു കളിക്കും അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ഇവന്റിനും അതിൻ്റെ നിയമങ്ങളുണ്ട്. In Christian world, ഒരു ക്രിസ്തീയ കോളത്തിലേക്ക് ക്രിസ്തീയ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ what is this if anyone what is this rules laid down for us? ക്രിസ്തീയ ജീവിതത്തിലെ ഈ നിയമങ്ങൾ എന്താണെന്ന് That നമുക്ക് is the doctrine. അത് ഉപദേശം. ഉപദേശം. You don't keep the doctrine, നീ ഉപദേശം ആചരിക്കുന്നില്ല എങ്കിൽ you will not be crowned. നിനക്ക് ആ കിരീടങ്ങൾ ലഭിക്കുകയില്ല. So why we give importance to doctrine? എന്തുകൊണ്ട് നാം ഉപദേശങ്ങൾക്ക് പ്രാധാന്യം നൽകണം? If there is no doctrine, the Lord will not reward you at that time. നീ ആ ഉപദേശങ്ങൾ കൈക്കൊള്ളുന്നില്ല, അതിനനുസരിച്ച് ജീവിക്കുന്നില്ല എന്നൊരിക്കലും നിനക്ക് കിരീടം ലഭിക്കുകയില്ല. One day we will stand there. ഒരു നാൾ നാം ദൈവസന്നിധിയിൽ നിൽക്കും. Let our life be very careful here so that we will be rewarded and honored at that time when the Lord is going to examine us. നാം നമ്മുടെ ജീവിതത്തെ വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് കൊണ്ടുപോകാം. കാരണം നാം ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ദൈവം നമ്മെ പരിശോധിക്കുകയും നാം പ്രതിഫലം ഇല്ലാത്തവരായി തീരുവാനും സാധ്യതയുണ്ട്. May the Lord speak these words to you. ഈ വചനങ്ങളാൽ ദൈവം നമ്മോട് സംസാരിക്കട്ടെ. May the Lord bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Thank you for the time spent, a long time here. ഇവിടെ ചിലവഴിക്കാൻ കഴിഞ്ഞ സമയത്ത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. And thank you to this assembly for giving me this opportunity. ഇവിടെ വചനം സംസാരിക്കാനായി അവസരം നൽകിയ സഭയോടും ഞാൻ എൻ്റെതായ നന്ദി അറിയിക്കുന്നു. Thank you.